കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് കടവത്തൂർ എന്ന ഗ്രാമത്തിലാണ്. കടവത്തൂരിലേക്ക് ഞങ്ങൾ വന്നത് പോണ്ടിച്ചേരി സർക്കാർ സർവീസിലുള്ള ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുന്നൊരു ഡോക്ടറെ തേടിയാണ്. ഡോക്ടർ AP ഇസ്ഹാഖ്, ആറ്റുപുറത്ത് ഇസ്ഹാഖ്. എന്തുകൊണ്ട് നമ്മൾ ഈ കടവത്തൂരിൽ ഒരു പോണ്ടിച്ചേരി ഗവൺമെൻറ് സർവീസിലുള്ള ഡോക്ടറെ തേടി വരുന്നു എന്ന് പ്രേക്ഷകരുടെ മനസ്സിലൊരു ചോദ്യം ഉയരാം. ഉത്തരമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിൽ നമ്മൾ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുണ്ട്, തമിഴ്നാട്, കർണാടകയൊക്കെ. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ചേക്കേറിയ ഒരു സംസ്ഥാനമുണ്ട്, അത് പോണ്ടിച്ചേരിയാണ്. മാഹി എന്ന പ്രദേശം കേരളത്തിലാണ്. അവിടെ സംസാരിക്കുന്ന മലയാള ഭാഷയാണ്. നമ്മുടെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളൊക്കെ കന്നഡയും തമിഴും പറയുമ്പോൾ മറ്റൊരു സംസ്ഥാനം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് ഇങ്ങ് വടക്കേ മലബാറിൻ്റെ ഇങ്ങേ അറ്റത്ത് നമ്മളോടൊപ്പം നിൽക്കുകയാണ് മാഹി. ആകെ 9 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഒരു പ്രദേശമാണ് മാഹി, പള്ളൂർ, പന്തക്കൽ. ഈ 3 പ്രദേശങ്ങളിലായി ഏതാണ്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന, സേവന രംഗത്ത് 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ് AP ഇസ്ഹാഖ് എന്ന ബിഷപ്കരൻ. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിൽ അവിടുത്തെ മുൻ ആഭ്യന്തര ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ ഡോക്ടർ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, ജനങ്ങൾക്ക് നന്മ വരുമെങ്കിൽ, ജനങ്ങളെ സേവിക്കാൻ പറ്റുമെങ്കിൽ എന്ത് റിസ്ക് എടുത്തും സേവനം ചെയ്യുന്ന, സർക്കാരിൻ്റെ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം എന്നാണ് പറഞ്ഞത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പോസ്റ്റിലുള്ള ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലൂടെ, ഒരു മലയാളിയാണ് അദ്ദേഹം, പോണ്ടിച്ചേരിയിലൂടെ ഇങ്ങനെ മാഹിയിലെത്തി 65 വയസ്സ് വരെ സർവീസുള്ള ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ സഞ്ചാരമാണ് സക്സസ് സ്റ്റോറിയിൽ ഈ എപ്പിസോഡിൽ നമ്മൾ നടത്തുന്നത്. പ്രേക്ഷകർക്കും ഒപ്പം ആറ്റുപുറത്ത് ഇസ്ഹാക്കിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഈ ആറ്റുപുറത്ത് നിന്നാണ് വീട്ടുപേരല്ലേ? ശരിക്കും എവിടെയാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്? കടവത്തൂർ തന്നെ ജനിക്കുന്ന ആറ്റുപുറത്ത് തന്നെ. മാതാപിതാക്കൾ? AC കുഞ്ഞമ്മദ് ഹാജി. എന്ത് ചെയ്യുന്നു അദ്ദേഹം? എന്തായിരുന്നു ബിസിനസ് ആൻഡ് ഇവിടെ തന്നെയാണോ പ്രവാസ ലോകത്താണോ? ഇവിടെ തന്നെ, കോയമ്പത്തൂരായിരുന്നു ബിസിനസ്. പിന്നെ ഉമ്മ ഹൗസ് വൈഫ്. എന്ത് ബിസിനസ് ആയിരുന്നു ഉപ്പാക്ക്? ഉപ്പാക്ക് സാധാ ജനറൽ അന്നുള്ള ഷോപ്പുകളാണല്ലോ. കോയമ്പത്തൂർ ബിഗ് ബാസ് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ബിഗ് ബാസ് മദീന സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് വ്യാപാരിയാണ്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 8 പേര്. എത്രാമത്തെ ആളാ? ഞാൻ ആറാമത്തെ ആള്. ബാക്കി 5 പേര്? ബാക്കി 7 പേര് എല്ലാവരും. ഒരാളിപ്പോൾ ദുബായിലുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഏതൊക്കെ മേഖലകളിലാണ് വർക്ക് ചെയ്യുന്നത്? എൻ്റെ മൂത്ത പെങ്ങള് ആമിന ടീച്ചർ എന്ന് പറയും, കടത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിന്ന് പ്രിൻസിപ്പാളായി റിട്ടയർ ചെയ്തതാണ്. ദീർഘകാലം ഒരു ചെക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. കോഴിക്കോട് ജില്ലാ വനിതാ ലീഗിന്റെ പ്രസിഡന്റാണ് ഇപ്പോൾ. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ദീർഘകാലം. രണ്ടാമത്തെ ആള്? മൂത്തത് 2 ബ്രദേഴ്സ്, അബ്ദുല്ല, അബൂബക്കർ. അവര് ഗൾഫിലായിരുന്നു. ഇപ്പോഴും ഗൾഫിലും നാട്ടിലായിട്ടുണ്ട്. അവർ ബിസിനസ് രംഗത്താണ്. നാലാമത്തെ ആള് ഒന്നുമില്ല, അവര് വീട്ടിൽ തന്നെ. അഞ്ചാമത്താണ് എന്റെ നേരെ ബ്രദർ ഇസ്മായിൽ. അവനും ഇപ്പോഴും ദുബായിലാണുള്ളത്. അവർ KMCC മുൻ ട്രഷററായിരുന്നു അവിടുത്തെ ദുബായ്. നിങ്ങളുടെ താഴെയുള്ള ആള്? താഴെ 2 സിസ്റ്റേഴ്സാണ്. അവരെന്ത് ചെയ്യുന്നു? അവർ ഹൗസ് വൈഫ്. അപ്പോൾ ഒരാളെ ഡോക്ടർ ഉള്ളൂ, ബാക്കിയുള്ള ഒരാൾ അധ്യാപിക, ബാക്കി എല്ലാവരും കച്ചവടക്കാര്. എല്ലാവരും വ്യാപാരികളാണ്. പിന്നെ കുടുംബജീവിതം നയിക്കുന്ന സിസ്റ്റേഴ്സ് ഒക്കെ കുടുംബജീവിതം നയിക്കുന്നു അല്ലേ? പ്രൈമറി വിദ്യാഭ്യാസം എവിടെയായിരുന്നു താങ്കളുടെ? കടവത്തൂർ തന്നെ എരഞ്ഞൻകീഴിൽ UP സ്കൂളുണ്ട്. 7ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. 1 മുതൽ 7 വരെ. ആ കാലഘട്ടമൊക്കെ എങ്ങനെ? കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ തലമുറയിലെ ഡോക്ടർമായി വരുന്ന കുട്ടികളുണ്ട്, അവരൊക്കെ ഒരു ഹൈടെക് യുഗത്തിൽ വളർന്നു വരുന്ന മക്കളാണ് അല്ലേ, പുതിയ ജനറേഷൻ. അപ്പോൾ താങ്കളിപ്പോൾ ഉള്ളവർ ആ പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഞങ്ങൾ രാവിലെ ഇന്നത്തെ മാതിരി വണ്ടികളൊന്നും ഇല്ലല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി നടന്നിട്ട് വേണം നമുക്ക് എരഞ്ഞൻകീഴ് വരെ പോകാൻ. എത്ര കിലോമീറ്റർ? 1.5-2 കിലോമീറ്റർ നടന്നു. ഉച്ചയ്ക്ക് ലഞ്ചിന് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നില്ല. അന്നേരം തിരിച്ച് വീട്ടിൽ വന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകും. 7ാം ക്ലാസ് വരെയൊക്കെയുള്ള ഒരു പഠനകാലം എങ്ങനെയായിരുന്നു? സ്കൂളിൽ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾ ഇല്ല ആ കാലഘട്ടം, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ആ പഠനകാലം, ആ കാലത്തുള്ള പഠനത്തിൽ ക്ലാസ്സിൽ മോശമല്ലാത്ത രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. നല്ല അധ്യാപകരുള്ള നല്ലവരായിരുന്നു. ഈ 7 വരെയുള്ള പഠനകാലത്ത് വേറെ ആക്ടിവിറ്റീസ് എന്താ ഉണ്ടായിരുന്നത്? മറ്റുള്ള ആക്ടിവിറ്റീസ് സാധാരണ സ്കൂളിലെ കളിയും അത്രേ ഉള്ളൂ. പിന്നെ അതിനുശേഷം കൊളവല്ലൂർ ഹൈസ്കൂൾ 8ാം ക്ലാസ്. 8 മുതൽ 10 വരെ. എങ്ങനെയുണ്ടായിരുന്നു കൊളവല്ലൂർ ഹൈസ്കൂൾ കാലഘട്ടം? നമ്മള് നല്ല കാലഘട്ടമായിരുന്നു. ഞങ്ങളെ ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ നാളെ നടക്കാൻ പോവുക. പിന്നെ കാലഘട്ടം എങ്ങനെ ഓർക്കുന്ന? സ്കൂൾ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നോ? രാഷ്ട്രീയത്തിൽ ഞാൻ പൊതുവെ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരാളാണ്. എൻ്റെ
ബ്രദർ ബാക്കിയുള്ളവരുടെ രാഷ്ട്രീയത്തിലുള്ളവരാണ്. ഞാൻ രാഷ്ട്രീയത്തിലില്ല. പഠനത്തിൽ തന്നെ കോൺസെൻട്രേറ്റ്. അന്ന് ഈ റാങ്ക് കാലഘട്ടമൊക്കെ അല്ലേ, എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ താങ്കളുടെ SLC കാലഘട്ടത്തിൽ? SLC റാങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് അന്ന് റാങ്കൊന്നും ഇല്ല. നമ്മളെ ഹൈസ്കൂളിൽ ടോപ്പേഴ്സിൽ ടോപ്പർ തന്നെ ആയിരുന്നു. അന്നൊക്കെ താങ്കളുടെ SLC ബാച്ച് എന്ന് പറഞ്ഞാൽ ഏത് ഇയറാ വരിക? 1980 ആണോ? അല്ല, ആ കാലഘട്ടത്തിലൊക്കെ ഈ പറയുന്ന 50% ഒക്കെ അല്ലേ ആ സമയത്തുള്ള വിജയ ശതമാനം? അന്നേരം 473 മാർക്കാണ് ഔട്ട് ഓഫ് 600 ഉണ്ടാവുക. ഇത് റാങ്ക് വിജയ ശതമാനം വളരെ കുറവായി. 10ാം ക്ലാസ്സിന് ശേഷം പിന്നെ പ്രീ ഡിഗ്രി, ഇന്നത്തെ +1 +2 അല്ലല്ലോ, അന്ന് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി സർ സെയ്ദ് കോളേജിൽ ഹോസ്റ്റൽ താമസിച്ച് പഠിക്കണം എന്നുള്ളത് കൊണ്ട് എൻ്റെ സിസ്റ്റർ ഫറൂഖ് കോളേജിൽ പഠിച്ചാണ്. എൻ്റെ മൂത്ത ബ്രദർ ഫറൂഖ് കോളേജിൽ പഠിച്ചത്. അതിൻ്റെ ഇളയ ബ്രദർ സർ സെയ്ദിലാണ് പഠിച്ചത്. ഞാൻ ഹോസ്റ്റൽ താമസിക്കുന്നുള്ളതുകൊണ്ട് അന്ന് അത്രയല്ലേ ഹോസ്റ്റലുള്ള സൗകര്യമുള്ള കോളേജുകളുള്ളൂ. അതുകൊണ്ടാണ് സർ സെയ്ദ്. പ്രീ ഡിഗ്രി എങ്ങനെ സയൻസ് തന്നെ എടുത്താണ്? അതങ്ങനെ ഒരു ഈ ഡോക്ടർ ആകുക എന്നൊരു ചിന്ത അന്ന് മനസ്സിലുണ്ടായിരുന്നു? ഡോക്ടർ ആകണമെന്നുണ്ടായിരുന്നു. എത്ര വയസ്സിൽ അങ്ങനെ ഒരു ബോധം വരുന്നത്? അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നത്? ഹൈസ്കൂൾ ആ ലെവലിൽ തന്നെ. എന്തുകൊണ്ട്, എങ്ങനെ, എന്താണ് ആ തോന്നലിന് കാരണം? എങ്ങനെയൊന്നുമില്ല, അത് സേവനം ചെയ്യാനുള്ള. കടവത്തൂർ മേഖല, പാനൂർ മേഖല എന്ന് പറഞ്ഞാൽ വ്യവസായികളുടെ ഒരു നാടാണ്. പ്രത്യേകിച്ച് അറബ് നാടുകളിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം അൽമദീന ഗ്രൂപ്പിൻ്റെയൊക്കെ സ്ഥാപകരുള്ള നാടാണ്. മമ്മു ഹാജി, അതുപോലെ തന്നെ പാക്കഞ്ഞി കുഞ്ഞബ്ദുള്ള ഹാജി എന്നൊക്കെ പറയുന്ന ആളുകൾ. ഹാജിയുടെ മകളെ ആണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ബിസിനസ്സിലേക്ക് പോവാതെ ഡോക്ടർ ആകണമെന്നൊരു ഫീലിംഗ് മനസ്സിൽ ടച്ച് ഉണ്ടായത് എങ്ങനെയാണ്? പഠിക്കുന്നുണ്ടായിരുന്നു. പഠിത്തത്തിൽ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ബിസിനസ്സിലേക്ക് പോവാതെ പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണോ ആ കാലത്ത് ബിസിനസ്? അല്ല, അങ്ങനെയല്ല. അത് അവർക്ക് എന്താ പറയുക, അത് അവരവരെ ഇതിലങ്ങ് പോകുന്നത്. അത് പറഞ്ഞ അന്ന് പഠിക്കാനായിട്ട് നമ്മൾ മെനക്കെടണം. കാരണം പേരൻസും നമ്മൾ അന്ന് സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ നമ്മളെ അതിലേക്ക് ഇതാക്കാം. കാരണം അത്രയല്ല അവർക്കും അത്രയല്ല അവസാനം. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഭാഗ്യത്തിന് ഉപ്പ നമ്മളെല്ലാവരും പഠിപ്പിച്ചിന്. മൂത്ത മകൻ എന്നാൽ ഇപ്പോഴത്തെ നല്ല വയസ്സുണ്ട്, 70 വയസ്സിൻ്റെ മേലെ. അവർ അന്ന് ഫറൂഖ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചതാണ്. ആ കാലഘട്ടത്തിൽ ഡിഗ്രിക്ക് ചേരാൻ പിന്നെ ബിസിനസ്സിലേക്ക് പോയി. ഈ ഇന്നത്തെ പോലെ കുട്ടികളുടെ പുറകെ നടന്ന് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമൊന്നുമില്ല. ട്യൂഷൻ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക്? ട്യൂഷൻ ആയിട്ടില്ല, ഇവിടെയൊന്നും ട്യൂഷൻ സൗകര്യമില്ല. അപ്പൊ സ്വയം പ്രയത്നം കൊണ്ട് തന്നെ പഠിച്ച് ജയിച്ചേ പറ്റൂ, വേറെ സപ്പോർട്ടൊന്നും ഇല്ല. വേറെ സ്കൂളിൽ നിന്നുള്ള ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലാതെ, പ്രത്യേക ട്യൂഷൻ ഇല്ല, രക്ഷിതാക്കളുടെ നിരന്തരമായ പിന്തുണ ഇല്ല. ഇങ്ങനെ പഠിക്കുക പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടിക്കില്ല, പാഠം തീർക്കാൻ വേണ്ടി പുറകെ നടക്കില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ സ്വന്തമായി പഠിച്ചു. വൈകുന്നേരം കളിക്കാൻ പോകും. എന്തൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ? പന്ത് കളി, പിന്നെ വോളിബോള്, ഇങ്ങനത്തെ എല്ലാം കളിക്കാൻ പോകും. പിന്നെ തിരിച്ച് വന്നിട്ട് വീട്ടിൽ രാത്രി പഠിക്കാനിരിക്കുകയും ചെയ്യും. പ്രീ ഡിഗ്രിക്ക് ശേഷം എങ്ങോട്ടാണ് മെഡിസിന് ചേരുന്നതിന്റെ? പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നെ ഡിഗ്രി BSc കെമിസ്ട്രിക്ക് സർ സെയ്ദ് കോളേജിൽ തന്നെ ജോയിൻ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ BSc കെമിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻട്രൻസിൽ എനിക്ക് ഫസ്റ്റ് എൻട്രൻസ് തന്നെ കിട്ടിയോ? ഫസ്റ്റ് എൻട്രൻസ് കിട്ടില്ല, സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് കിട്ടിയത്. സർ സെയ്ദ് കോളേജ് കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? ആരൊക്കെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത്? എൻ്റെ ബ്രദർ എല്ലാം ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ ഇസ്മായിൽ എന്ന് പറയുന്ന ബ്രദർ 1ാം ക്ലാസ് മുതലേ ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് ഞങ്ങൾ ട്വിൻസ് ആണെന്ന് വിചാരിക്കും. പക്ഷെ ഞങ്ങൾ നല്ല ഏജ് 1.5 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ 1ാം ക്ലാസ് മുതലേ ഞങ്ങൾ ഒന്നിച്ചിട്ടാണ്. പ്രീ ഡിഗ്രി വരെ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. സർ സെയ്ദിലൊക്കെ അന്ന് ഒത്തിരി പ്രമുഖരായ ആളുകൾ പഠിച്ചിരുന്ന കാലഘട്ടമല്ലേ ശരിക്കും? അത് ആരൊക്കെയാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നത്? ഞങ്ങളെ ബാച്ചിൽ അങ്ങനെയല്ല, നമ്മൾ സീനിയേഴ്സിലാകുമ്പോൾ ലുലു ഹമീദ് അല്ല നമ്മളെ സീനിയർ. ലുലു ഗോൾഡിന്റെയും സാരീസിന്റെ ഒക്കെ ചെയർമാൻ അല്ലേ? ലുലു സാരീസിന്റെ ചെയർമാൻ PPA ഹമീദ്. പൊട്ടങ്കണ്ടി ഷെരീഫ് ഉണ്ട്. പൊട്ടങ്കണ്ടി എന്ന് പറഞ്ഞാൽ അൽമദീന ഗ്രൂപ്പിന്റെ ഡയറക്ടർ റഷീദ് പാറക്കൽ റഷീദ് ഒക്കെ നിങ്ങൾ ബാച്ചുകാരാണ്? എൻ്റെ സീനിയേഴ്സ് ആണ് അവർ. ആ കോളേജ് കാലഘട്ടത്തിലൊക്കെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ സജീവമായിരുന്നു? ഇല്ല. ഈ സർ സെയ്ദിൽ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു? പൊളിറ്റിക്സിലേ ഇല്ല. അവിടെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്? ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ പൊളിറ്റിക്സിൽ തീരെ എടുക്കാതെ പോയത്? അത്ര ദേഷ്യമായിരുന്നോ? ദേഷ്യമായിട്ടല്ല, പക്ഷെ ഞാൻ അതിൽ അങ്ങനെ ശ്രദ്ധിച്ചില്ല. എന്തായിരുന്നു അന്നേരമുള്ള പൊളിറ്റിക്കൽ ആളുകളുടെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളോടൊക്കെ ഒരു മനോഭാവം എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ? മനോഭാവം എന്ന് പറഞ്ഞാൽ അവരോട് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെ സമരത്തിലൊന്നും പങ്കെടുക്കാറില്ല. പിന്നെ നമ്മൾ പഠിക്കണം, അതുകൊണ്ട് പഠിച്ചിട്ട് പോകാന്നുള്ളത് തന്നെയായിരുന്നു. നമ്മൾ പഠിക്കാനായിട്ട് കോളേജ് ചേർന്നാണ്, അതുകൊണ്ട് നമ്മൾ പഠനമായിട്ട് മുന്നോട്ട് പോകാം. ഡിഗ്രി എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തു? 1 വർഷം സെക്കൻഡ് ഇയർ ആണ് കിട്ടിയത്. സെക്കൻഡ് ഇയർ ആണ്.
അവിടുന്ന് സർ സയ്യിദിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു MBBS. അന്ന് നമുക്ക് എൻട്രൻസിൽ കോച്ചിങ് ഇങ്ങനത്തെ ഒന്നുമില്ല. ഓ, അതും ഒരു പ്രത്യേകതയാണ്. ഇപ്പോഴെല്ലാവരും കോച്ചിങ്ങിന് പോകും. അന്ന് എങ്ങനെയാ എൻട്രൻസിന് നിങ്ങൾ തയ്യാറെടുത്തത്? എങ്ങനെയാ? ഗൈഡ് മാത്രമേ ഉള്ളൂ നമുക്ക് ഹെൽപ്പായിട്ട്. നമ്മൾ ഡിഗ്രി കണ്ടിന്യൂ ചെയ്യുന്നു, അതിൻ്റെ കൂടെ എൻട്രൻസിനും പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ തേർഡ് ബാച്ചാണ് എൻട്രൻസ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തേർഡ് ബാച്ചാണ് ഞാൻ നമ്മുടെ ബാച്ച് സെലക്ട് ആകുന്നത്. എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്ത് 3ാമത്തെ ബാച്ചിലാണ് നിങ്ങൾ എൻട്രൻസ് എഴുതിയിട്ട് കിട്ടുന്നത്. എത്രാമത്തെ റാങ്കാന്ന് വല്ല ഓർമ്മയുണ്ടോ ആ കാലഘട്ടത്തിൽ? ഒന്നും ഓർമ്മയില്ല. നമുക്ക് ഡോക്ടർ ഇസ്ഹാക്കിനോട് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കണ്ടേ? എങ്ങനെയാണ് ഇപ്പം ഗൈഡിൻ്റെ സഹായമൊന്നും അല്ലല്ലോ, ഇപ്പോൾ കോച്ചിങ് ആണല്ലോ. എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകൾ കേരളത്തിലുടനീളം ഇങ്ങനെ മുളച്ച് പൊന്തിയിരിക്കുകയാണ്. എല്ലാവരും പാലായിലേക്ക് ഓടുകയാണ്. പാലായിലെ എൻട്രൻസ് കോച്ചിങ്ങിലൊക്കെ അവിടെ കോച്ചിങ് സെൻറ്ററിലൊക്കെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് വലിയ നിലക്കുള്ള ശുപാർശകളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണ് ഡോക്ടർ ഇസ്ഹാക്ക് അന്ന് ഗൈഡുകളെയൊക്കെ ആശ്രയിച്ചിട്ട് എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തത്. ചോദിച്ചാലോ, ആ പരിശീലനത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ? എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിലെ ഈ പരിശീലനം? താങ്കൾ പറഞ്ഞല്ലോ ഗൈഡ്, എവിടെ നിന്നാണ് ഗൈഡ്? അന്നത്തെ ഗൈഡുകൾ എന്തൊക്കെയാണ്? ഇതാരാണ് നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പോകണം എന്നത്? ഞാൻ അവിടെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ സീനിയറിൻ്റെ, എൻ്റെ റൂംമേറ്റ് BSc കെമിസ്ട്രിക്ക് എൻ്റെ സീനിയറായിരുന്നു. അവൻ ഒരു പ്രാവശ്യം എൻട്രൻസ് എഴുതിയിരുന്നു. അങ്ങനെ അവൻ്റെ അടുത്തൊരു ഗൈഡുണ്ട്. ഞാൻ എഴുതുന്ന വർഷം അവൻ എൻട്രൻസ് എഴുതുന്നില്ല. അവൻ ഫൈനൽ ഇയറായി, ഞാൻ സെക്കൻഡ് ഇയറാണ്. ഫൈനൽ ഇയർ ആകുമ്പോൾ അവന് ഫൈനൽ ഇയർ. ആ ഗൈഡ് എടുത്തിട്ട് ഞാൻ വായിച്ചു. അങ്ങനെയാണ് ആ ഗൈഡ് എനിക്ക് അരുൺസ് ഗൈഡാണെന്ന് തോന്നുന്നു. ആ ഗൈഡ് ഇപ്പൊ ഗൈഡൊന്നും നിലവിലില്ലല്ലോ. ഇവരെ ഓൺലൈൻ അവരെ നോട്ട്സ് തന്നെ ഉണ്ടാവും. അന്ന് വേറെ എന്തൊക്കെയോ ഗൈഡുകൾ ആ കാലത്ത് കേൾക്കാറുണ്ട്. അരുൺസ് ഗൈഡാണ് ഞങ്ങൾക്ക് ഓർമ്മയുള്ളത് അന്ന്. എന്നിട്ട് അത് വായിച്ചു. ആ പ്രാവശ്യം എനിക്ക് എൻട്രൻസ് കിട്ടി. നെക്സ്റ്റ് ഇയർ എൻ്റെ റൂംമേറ്റ് ഡോക്ടർ ഉസ്മാൻ, അവൻ നെക്സ്റ്റ് ഇയർ എൻ്റെ കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടും. ഈ എൻട്രൻസ് ഒക്കെ കിട്ടുമ്പോൾ ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായി സമയത്തൊക്കെ വീട്ടിൽ ഇപ്പം എൻട്രൻസ് കിട്ടുന്നു, പ്രീ ഡിഗ്രി ജയിക്കുന്നു, ആ കാലഘട്ടത്തിൽ വീട്ടിൽ ഈ ജയിച്ച് ചെല്ലുമ്പോൾ വീട്ടിലുള്ളൊരു അന്തരീക്ഷം എന്താ? ആഘോഷങ്ങളുണ്ടോ വലിയ രീതിയിൽ? ഒന്നുമില്ല. ഇല്ല. കാരണം SSLC റിസൾട്ട് വരുമ്പോൾ ആഘോഷങ്ങളുടെ വലിയ ഘോഷയാത്രയാണ്. നമ്മൾ റിസൾട്ട് അറിയുന്നില്ല. ഓ, അങ്ങനെ എപ്പോഴാണ് റിസൾട്ട് വരിക? ഇത് എൻ്റെ റിസൾട്ട് അറിഞ്ഞ തന്നെ ഒരു ആകസ്മികമായിട്ടാണ്. ഞാനൊരു ദിവസം രാവിലെ ഞാനും എൻ്റെ ബ്രദറും ഞങ്ങൾ കൂടെ പഠിച്ചു. നമുക്ക് അറിയുന്നില്ല, എഴുതി വിട്ടു. അങ്ങനെ ഞാനും എൻ്റെ ബ്രദറും കൂടി ഇരിട്ടിയിലൊരു കല്യാണം, എൻ്റെ നമ്മൾ കൂടെ പഠിച്ചവൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണം. അവിടത്തേക്ക് രാവിലെ പുറപ്പെട്ടു. ഒരു സൺഡേ ആണെന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ഡയറക്റ്റ് റോഡൊന്നുമില്ല. വയലിൽ കൂടി ഇങ്ങനെ നടന്നു വന്ന് ടൗണിലെത്തി. വന്നപ്പോൾ പത്രം കണ്ട്, പത്രത്തിൽ നോക്കുമ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. അന്ന് നമ്പേഴ്സ് വരുവാ പത്രത്തിൽ തന്നെ. നമ്പർ ഓർമ്മയുണ്ട്. അന്നേരം അതിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ നമ്പർ. അപ്പോൾ എന്ത് തോന്നി? ഇരിട്ടിയിൽ വെച്ചാണ് ഇല്ല, കടവത്തൂർ ടൗൺ. തിരിച്ച് വീട്ടിലെത്തി പോകുന്ന വഴി രാവിലെയാണല്ലോ പേപ്പർ. അന്നേരം അവിടെ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ വീട്ടുകാരുടെ പ്രതികരണം എന്താ? പ്രത്യേകിച്ച് എല്ലാവരും സന്തോഷം തന്നെ. വലിയ അന്നേരത്തെ മാതിരി പടക്കം കയറ്റി ഫ്ലക്സ് ഇതൊന്നുമില്ല, ആഘോഷമൊന്നുമില്ല. എനിക്കൊന്ന് കടവത്തൂരിൽ ആ കാലഘട്ടത്തിൽ MBBS എൻട്രൻസ് എഴുതി ജയിച്ചത് നിങ്ങൾ? എൻട്രൻസ് ജയിച്ച ഫസ്റ്റ് ഞാൻ. കടവത്തൂരിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എൻട്രൻസ് എഴുതിയിട്ടില്ല. കടവത്തൂരിൽ നിന്ന് എൻട്രൻസ് എഴുതി ആദ്യം MBBS പ്രവേശനം ലഭിച്ച ആൾ താങ്കളാണ്, അത് ഉറപ്പ്. അതിന് മുമ്പ് ഡോക്ടേഴ്സ് ഉണ്ട്, പക്ഷെ എൻട്രൻസ് എഴുതി വന്ന ആളുകളില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞു ഈ MBBS പോകുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം? പറഞ്ഞു എല്ലാവർക്കും MBBS പോകുന്ന എല്ലാവർക്കും ഇഷ്ടം തന്നെയല്ല. ഞങ്ങളെൻ്റെ അത് കഴിഞ്ഞ് കല്യാണത്തിന് പോയി. അത് കഴിഞ്ഞ് കല്യാണത്തിന് പോയി. ശരിക്കും ഇന്നാണെങ്കിൽ ആഘോഷങ്ങളോട് ഒരാഘോഷമില്ല. കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞോ സുഹൃത്തുക്കളോട്? അവരെല്ലാം ഹാപ്പിയായി. അത് കഴിഞ്ഞ് എത്ര നാൾ കൊണ്ടാണ് പിന്നെ പോയി ചേരുന്നത്? ഡിസംബറിൽ അങ്ങനെ അഡ്മിഷൻ വന്നു. എങ്ങനെയാണ് അനുഭവം? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കിട്ടുന്നത്. അന്ന് നമുക്ക് ഈ ഓപ്ഷൻ ഒന്നുമില്ല, പിന്നെ കോളേജ് സെലക്ട് ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. അവിടുന്ന് അലോട്ട്മെന്റ് വരും, നമ്മൾ അവിടെ പോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കോഴിക്കോട് മെഡിക്കൽ ഏത് ഇയർ ആണ് ശരിക്കും അത്? 1983. ഇന്നത്തെ കോഴിക്കോട് അല്ല അത്. അല്ല, വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിലുള്ള കോഴിക്കോട് അല്ലേ? ബേപ്പൂർ സുൽത്താന്റെ കോഴിക്കോട്. ഫസ്റ്റ് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശനം കിട്ടി പോകുന്ന ആ ഒരു രംഗം എങ്ങനെ ഓർക്കുന്നത്? അല്ല, കാരണം ഇതൊരു പുതിയ ലോകത്തേക്കാണ്. കടവത്തൂർ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് കുഗ്രാമമാണ്. ഇന്നും ഗ്രാമീണ അന്തരീക്ഷം തന്നെയാണ്, കുറച്ച് വികസനമൊക്കെ ഉണ്ട്. നമുക്ക് മെഡിക്കൽ കോളേജിനെ പറ്റി പേടിയാണ്, റാഗിങ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അത്. പക്ഷെ ഞങ്ങൾ വരുന്നതിന്റെ മുമ്പ് റാഗിങ് എല്ലാം നിരോധിച്ചു. ആരാ കൂടെ വന്നതെന്ന് ഈ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശന ഓർമ്മയില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ പോയി ചേരുന്നു, നേരെ ഹോസ്റ്റലിലേക്ക്. ഹോസ്റ്റലിലാണോ? ഹോസ്റ്റലിൽ.
അവിടെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. ഹോസ്റ്റലിൽ തന്നെ. എങ്ങനെയാണ് ആദ്യ കാലഘട്ടമൊക്കെ? അവിടെ ഞങ്ങൾ ഈ റാഗിങ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സീനിയേഴ്സിനെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ഹോസ്റ്റലാണ്, നമുക്കായിട്ട് ജൂനിയേഴ്സിനായിട്ട് ഒരു ഹോസ്റ്റലാണ്. അതുകൊണ്ട് നമുക്ക് ഹോസ്റ്റലിൽ നിന്നുള്ള റാഗിങ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അപ്പോഴത്തേക്ക് റാഗിങ് ഒന്നും ഇല്ല. നമ്മൾ കോളേജിൽ പോകുന്ന വഴിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അങ്ങനെയെല്ലാം ഉണ്ടായില്ലാതെ ഭീകരമായ കാരണം നമുക്കെല്ലാം പേടിയുണ്ടായിരുന്നു റാഗിങ് മുൻകാലങ്ങളിൽ ഇതെല്ലാം കേട്ടിട്ട്, അനുഭവങ്ങളെല്ലാം കേട്ടിട്ട്. എന്താണ് ആ കാലഘട്ടത്തിൽ ആരൊക്കെയാണ് നിങ്ങളുടെ ആ ബാച്ചിൽ ഉണ്ടായിരുന്നത്? നിങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രഗത്ഭരാരൊക്കെ? ഇന്ന് കഴിഞ്ഞ IMA സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെരവൻ എൻ്റെ ക്ലാസ്മേറ്റാണ്. ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാള് സജിത് കുമാർ, അവിടുത്തെ മെഡിസിനിൽ ഡോക്ടർ മെഡിസിൻ ചീഫ് എൻ്റെ ക്ലാസ്മേറ്റാണ് ജയേഷ് കുമാർ, അവിടുത്തെ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ് ഖാദർ മുനീർ, കാർഡിയോളജിസ്റ്റ്, ഇവരെല്ലാം എൻ്റെ ക്ലാസ്മേറ്റാണ്. തലശ്ശേരിയുള്ള ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പി വി രഞ്ജിത്ത്, ദെൻ യൂറോളജിസ്റ്റ് രാജീവൻ, പിന്നെ രാംദാസ് യൂറോളജിസ്റ്റ്, കണ്ണൂരുള്ള ഡോക്ടർ ദിനേശ്, ഇതൊക്കെ നിങ്ങളുടെ ബാച്ചുകാരാണ്. ഈ കടവത്തൂർ എന്ന ഗ്രാമത്തിൽ മെഡിസിന് ചേരുന്നു. അങ്ങനെ ഈ മെഡിസിൻ ആ പഠനകാലം എങ്ങനെ ഓർക്കുന്നത്? ആദ്യമായിട്ട് ഡെഡ് ബോഡിയൊക്കെ കാണുന്ന കാലഘട്ടമൊക്കെ അല്ലേ? നമ്മളെ നേരെ അനാട്ടമിയിൽ നേരെ ഡെഡ് ബോഡിന്റെ മുമ്പിലാണ് കൊണ്ടുപോയിരുത്തുക. ഫസ്റ്റ് അനാട്ടമി ആദ്യം ക്ലാസ്സിന് എടുക്കുന്നതിന് മുമ്പേ നമുക്ക് ഇതിന്റെ പേടികളൊന്നും മാറേണ്ടിയിട്ട് നേരെ ഡെഡ് ബോഡി ഒരു ബോഡിയിൽ ഒരു 11 പേരുണ്ടാവും. എന്താണ് ആ ദിവസത്തെ അനുഭവം? അത് എന്താ പറയാ, അതൊരു അനുഭവം തന്നെയാണ്. അതിന്റെ സ്മെല്ലും ഫോർമാലിൻ്റെ സ്മെല്ല് ഇതെല്ലാം ഉണ്ടായിട്ട് ഇത് ബോഡി ഇങ്ങനെ കാണുന്ന നമുക്ക് തൊടാൻ തന്നെ പേടിയായിരിക്കും. എന്തോ അത് ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. പിന്നെ എന്തായാലും നമ്മൾ ഇതെല്ലാം ചെയ്യണമല്ലോ എന്നുള്ളത് കൊണ്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ പണി വേണ്ട തോന്നിയില്ല. അവിടെ തന്നെ തുടർന്നു. ഈ ബോഡിയെല്ലാം കണ്ട അവിടെ അന്ന് മെഡിക്കൽ കോളേജിൽ ചെന്ന പരീക്ഷയായിരിക്കും. ഒരു ദിവസം ക്ലാസ് ടെസ്റ്റുകൾ, ഓരോ സബ്ജക്റ്റിനും അന്ന് ആവറേജ് എന്ന് പറഞ്ഞിട്ട് എക്സാം ഉണ്ട്. ഒരു ദിവസം പ്രാക്ടിക്കലായിരിക്കും, ഒരു ദിവസം തിയറി ആയിരിക്കും. അങ്ങനെ നമ്മൾ പരീക്ഷയിൽ നമുക്കൊരു റിലീഫ് കിട്ടില്ല. ഒരു പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിലീഫൊക്കെ അടുത്ത പരീക്ഷ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിലും നല്ല ടഫ് തന്നെയാണ്. ഫസ്റ്റ് ഇയർ നല്ല ടഫ്. സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഈ കേരളത്തിലെ ഏറ്റവും ജനത്തിരക്കേറിയ മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ധൈര്യത്തിൽ രോഗികൾക്ക് പോയിരിക്കാന്നാണ് പറയുന്നത്. കാരണം അത് മെഡിക്കൽ കോളേജ് പ്രൊഡക്റ്റുകൾക്കുള്ള സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അത് തന്നെ ആണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ്. അതിലേറ്റവും പ്ലസ് കാലിക്കറ്റ് മെഡിക്കൽ. അപ്പം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ 5 വർഷക്കാലം നിങ്ങൾ രോഗികളുമായിട്ടുള്ള ഇന്നത്തെ പോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളൊന്നുമില്ല. ഇന്ന് ആസ്റ്റർ ഉണ്ട്, മൈത്ര ഉണ്ട്, ബേബി ഉണ്ട്, ഹൈടെക് ആയ ഒത്തിരി സൗകര്യങ്ങൾ. അന്ന് ഇതൊന്നുമില്ല. പാവപ്പെട്ട രോഗികൾ വരുന്നു. ഏത് വലിയവരും വന്ന് കിടക്കുക മെഡിക്കൽ കോളേജിലാണ്. മന്ത്രിമാരുൾപ്പെടെ ഉള്ള പ്രൈവറ്റ് കോളേജുകൾ ഇത്ര ഹൈ പ്രൊഫൈലുള്ള ഹോസ്പിറ്റലാണ്. താങ്കളുടെ 5 വർഷ കാലഘട്ടത്തിൽ താങ്കൾ കണ്ട രോഗികൾ, ആ അനുഭവങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഇതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് അറിയാത്തതുകൊണ്ടാണ്. രോഗികൾ നിറയെ രോഗികളാണ്. ഫ്ലോർ പേഷ്യൻസ് നിറയെ ഉണ്ടാവും. ഫ്ലോർ പേഷ്യൻസ് എന്ന പേരുണ്ട്. അതെങ്ങനെയാ? നിലത്ത് കിടക്കുന്ന കട്ടിൽ സ്ഥലം ഉണ്ടാവില്ല. അവര് ഫ്ലോർ പേഷ്യൻസ്. അതൊരു ഭയങ്കര ഡയലോഗാണുള്ളത്. അന്നേരം അങ്ങനെ നിറയെ എല്ലാ വാർഡിലും തിരക്കായിരിക്കും. പിന്നെ അതെല്ലാം ഓരോ നമുക്കിങ്ങനെ കേസ് എടുക്കണം, അത് സാറ് മുന്നിൽ പ്രസന്റ് ചെയ്യണം. നമുക്കെല്ലാം CBC സാർ, NOC സാർ എല്ലാവരും നമ്മളെ മെഡിസിനിൽ എല്ലാ അന്നത്തെ പ്രഗത്ഭ ഡോക്ടർമാരും കീഴിലാണ് ഞങ്ങൾ. ആരൊക്കെ അന്നത്തെ നിങ്ങളുടെ മെഡിസിനിൽ KP ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു HOD. പിന്നെ NS വേണുഗോപാൽ സാറ്, CBC വാര്യർ സാറ്, ഇവരെല്ലാം കീഴിലാണ്. അവരൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ്? നല്ല അറ്റാച്ച്മെന്റ്. NOC സാറായിട്ട് നമ്മൾ നല്ല ബന്ധമായിരുന്നു. അതായത് ഫ്ലോർ പേഷ്യന്റ് എന്ന വാക്ക് ശരിക്കൊരു സ്ട്രൈക്ക് ചെയ്തു. ഇന്നുണ്ടാവോ ഫ്ലോർ പേഷ്യൻസ്? ഇന്ന് കുറവായിരിക്കും. എവിടെയൊക്കെ എങ്ങനെയൊക്കെ അന്നേരം കട്ടില് വരാന്തയിലെല്ലാം കിടക്കും. ഒരു പായിട്ടിട്ട് അതിൽ കിടത്തു. രോഗികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടപഴകുമുണ്ടായ ഒരു മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ഓർമ്മയിൽ വരുന്നുണ്ടോ? എന്താണ്? അങ്ങനെ ഒന്നുമില്ല, എല്ലാവരുമായിട്ടും അന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഓർക്കേണ്ട അനുഭവങ്ങളില്ല. ഈ അന്ന് ഈ മന്ത്രിമാരും MLA മാരും ഉൾപ്പെടെ മെഡിക്കൽ കോളേജിലല്ലേ ചികിത്സയ്ക്ക് വേറെ എവിടെയും പോകാൻ കഴിയില്ല. അങ്ങനെ വല്ല എക്സ്പീരിയൻസും ഓർമ്മയില്ല ഷെയർ ചെയ്യാൻ? കാരണം അന്ന് മെഡിക്കൽ പ്രൊഫസർമാരാണ് നോക്കുക, നിങ്ങളല്ല. ആ കാലഘട്ടം മൊത്തത്തിൽ 5 വർഷം അല്ലേ MBBS കാലഘട്ടം താങ്കളുടെ? ആ കാലഘട്ടം എങ്ങനെയാണ് മൊത്തത്തിൽ വിലയിരുത്താൻ പറ്റുമോ? എന്ത് അനുഭവങ്ങളാണ് അത്? നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഇന്ന് ഈ നിലയിലാവാനുള്ള എല്ലാ ഇത് പരിശീലനങ്ങൾ നമുക്ക് അവിടുന്നാണ്. റാഗിങ്ങിനൊന്നും കാര്യമായിട്ട് വിധേയനായിട്ടില്ല. പിന്നെ അതുകൊണ്ട് +1 +2 അല്ല, പ്രീ ഡിഗ്രി ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് വിട്ടു നിന്നിട്ടുള്ള ഹോം സിക്നസ് ഇല്ല. മെഡിക്കൽ കോളേജിന് നമ്മൾ 2 വർഷം 3 വർഷം പുറത്താണ്. അതുകൊണ്ട് ഹോസ്റ്റലിൽ കൊണ്ടുള്ള ആ
ഇതൊന്നും ഉണ്ടായിട്ടില്ല ബുദ്ധിമുട്ട്. ഹോസ്റ്റൽ ഈ 5 വർഷം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ തന്നെയായിരുന്നു താമസം? ഹൗസ് സർജൻസിക്ക് അവിടെ തന്നെയായിരുന്നു. അവിടെ തന്നെ. അതിനുശേഷം പിന്നെ പ്രൈവറ്റ് പ്രാക്ടീസിലേക്ക്. എവിടെയാണ് ഫസ്റ്റ് പ്രൈവറ്റ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്? കുറുവന്തേരി എന്ന സ്ഥലത്താണ്. കുറുവന്തേരി അതെവിടെയാണ്? അതിവിടെ വളയത്തിനെയും പാർക്കടവിനും ഇടയിലായിട്ട്. കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ. ഫസ്റ്റ് പോസ്റ്റിംഗ് അവിടെയാണ്? പോസ്റ്റിംഗിൽ അവിടെ ഇപ്പൊ ഞാൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ വർക്ക് ചെയ്യണ്ടേ എന്നാ? അത് അവിടെ നമ്മളെ ഹൗസ് സർജൻസി പീരീഡിലുള്ള അവിടെ തന്നെ അവിടെ അടുത്തുള്ള ഹെൽത്ത് സെന്ററിലും മറ്റെല്ലാം. അത് എത്ര വർഷമാണ് ആ കാലഘട്ടം? 1 ഇയർ തന്നെയാണ്. 1 ഇയർ. 3 months നമുക്ക് ഇപ്പോൾ പോസ്റ്റിംഗ് ഉണ്ട്, ഹെൽത്ത് സെന്റർ പോസ്റ്റിംഗ് ഉണ്ട്. അതെവിടെയാ ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടുന്നത്? അത് എല്ലാവർക്കും അവിടെ തന്നെ, മിക്കവാറും അവിടെയുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ചുറ്റുമുള്ള അതിന് ചുറ്റുമുള്ള സ്ഥലമുണ്ട്. പേര് ഒരു സബ് സെന്ററുകളിൽ പോയി അവിടുന്ന് പരിശീലന ശേഷം പിന്നെ സ്വതന്ത്രനായതിനു ശേഷം ആദ്യമായിട്ട് സ്വന്തമായി ക്ലിനിക്ക് ഇടുകയാണോ ചെയ്തത്? സ്വന്തമായിട്ടുള്ള. എവിടെയാ അതിട്ട്? കുറുവന്തേരി. എങ്ങനെയാണ് കുറുവന്തേരിയിലെ അനുഭവം ആദ്യത്തെ പേഷ്യൻസിനെ ആ കാലഘട്ടത്തിലുള്ള? ആദ്യത്തെ കാലഘട്ടത്തിൽ 87 അല്ലേ അത്? 87 ആയിരിക്കുമല്ലോ. അപ്പൊ ആ കാലഘട്ടം എങ്ങനെ? കുറച്ചു കാലം കുറുവന്തേരി പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് തലശ്ശേരി വർക്ക് ചെയ്തിരുന്നു. തലശ്ശേരി എവിടെ? കുറുവന്തേരി തലശ്ശേരി യൂണിറ്റിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അന്നല്ല, പഴയ യൂണിറ്റ്. ആ സമയത്ത് അത് ഞാൻ കുറുവന്തേരി കഴിഞ്ഞതിന് ശേഷമാണ്. കുറുവന്തേരിയിൽ നിന്ന് പിന്നെ തലശ്ശേരി വരുന്നു. തലശ്ശേരി യൂണിറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ ഈ നമ്മൾ UPSC. അതെങ്ങനെയാണ് ഈ പോണ്ടിച്ചേരിയിൽ താങ്കൾ എങ്ങനെ എത്തിപ്പെടുന്നു? അത് എൻ്റെ സിസ്റ്റർ, അത് അന്ന് ഡോക്ടർ സന്തോഷ് ഉണ്ട്, പീഡിയാട്രിഷ്യൻ തലശ്ശേരിയിലുള്ള സന്തോഷ് ഡോക്ടർ, MK സന്തോഷ്. സന്തോഷ് ഡോക്ടർ അന്ന് പോണ്ടിച്ചേരി ഹെൽത്ത് സർവീസിലായിരുന്നു. അന്നേരം അവർ ക്ലിനിക്ക് ഉണ്ട് പാനൂർ. അന്നേരം സിസ്റ്റർ കുട്ടീനെ കൺസൾട്ടേഷൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോൾ പറഞ്ഞിങ്ങനെ UPSC വിളിച്ചിട്ടുണ്ട്, എന്നോട് അപ്ലൈ ചെയ്യാൻ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ UPSC അപ്ലൈ ചെയ്യുന്നത്. ഈ UPSC എന്ന് വെച്ചാൽ എന്താണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. സെൻട്രൽ കമ്മീഷന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ നമ്മുടെ PSC പോലെ തന്നെയുള്ള സംവിധാനം. ഞാൻ ഈ ഷോർട്ട് ഫോം പറഞ്ഞ ആളുകൾക്ക് പെട്ടെന്ന് പിടികിട്ടില്ല. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ PSC സംവിധാനമാണ് അത്. അതിന് അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂവിന് വിളിച്ചു. എവിടെ വെച്ചായിരുന്നു? ഡൽഹിയിൽ വെച്ചാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പോണ്ടിച്ചേരി സർവീസിന്റെ ഇന്റർവ്യൂ ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് ഹെൽത്ത് സർവീസ് സെൻട്രൽ ഹെൽത്ത് സർവീസിലാണ് വരുന്നത്. എന്നിട്ട് അവിടെ പോയി ഇന്റർവ്യൂവിന് ഞാൻ എൻ്റെ ബ്രദർ. ആരൊക്കെയാണ് ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നു? എല്ലാ എയിംസിലെ ഫാക്കൽറ്റീസ് ആയിരിക്കും. അവരാണ് നമ്മൾ സബ്ജക്ട് എക്സ്പെർട്സ്. ചെറിയ കക്ഷികളുടെ മുന്നിലല്ല പോയിരുന്നത്. അവിടുന്ന് ഇന്റർവ്യൂ കഴിഞ്ഞു, നമ്മൾ വന്നു. അവസാനം സെലക്ഷൻ ലിസ്റ്റ് വന്നപ്പോൾ പോണ്ടിച്ചേരി അപ്പോയിൻമെൻ്റ് ആയിട്ട് വന്നു. പോണ്ടിച്ചേരി അപ്പോയിൻമെൻറ്റ് ലഭിച്ചു. ഇപ്പം കേരളത്തിൽ നിന്ന് 700 കിലോമീറ്ററാണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന്, 660 കിലോമീറ്റർ ഉണ്ട്. അവിടെയാണ് ഈ പോസ്റ്റിംഗ് കിട്ടുന്നത്, പോണ്ടിച്ചേരിയിൽ. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെയുള്ളൊരു ചിന്തയും അങ്ങനെ അത്രയും കുറേ കാലം ഞാൻ ജോയിൻ ചെയ്യാതെ പോസ്റ്റിംഗ് മായിലേക്ക് ചേഞ്ച് ചെയ്ത് കിട്ടുമെന്നുള്ള റിക്വസ്റ്റ് ശ്രമം നടത്തി. പക്ഷേ ശ്രമം വിജയിച്ചില്ല. കാരണം എന്തായാലും നമ്മൾ ജോയിൻ ചെയ്യണം, അതിന് ശേഷം വേണം ട്രാൻസ്ഫറിന് ശ്രമിക്കാൻ പറ്റൂ. അങ്ങനെ പോണ്ടിച്ചേരി, തമിഴ് എനിക്ക് അറിയില്ല, അങ്ങനെ മലയാളം മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് തമിഴിലുള്ള എൻ്റെ ഒരു കസിൻ ഉണ്ട് ഷെരീഫ്, ഞാൻ അവനും കൂടി അവിടെ പോയി ഒരു ഓഗസ്റ്റ് 14 അവിടെ പോയി ജോയിൻ ചെയ്തു. സ്വാതന്ത്ര്യദിന തലേന്ന്. അങ്ങനെ പിറ്റേന്ന് ഓഗസ്റ്റ് 15 ഹോളിഡേ. അതായത് എന്തായാലും ഹോളിഡേ. അവിടെ എത്തിയാലാണ് പോണ്ടിച്ചേരി ഓഗസ്റ്റ് 16 ഹോളിഡേ ആണ്, അവരെ ട്രാൻസ്ഫർ ഡേ. അങ്ങനെ അങ്ങനെ 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ അന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് അതൊക്കെ ജോയിൻ ചെയ്ത ആളെങ്കിലും പോരാൻ പറ്റുമോ? 2 ഹോളിഡേ അല്ലേ, 2 ദിവസം വന്നു. അങ്ങനെ തിരിച്ചു വന്നിട്ട് പിന്നെ അടുത്ത എങ്ങനെയാ പോണ്ടിച്ചേരിയിലേക്ക് പോക്ക്? എങ്ങനെയാണ്? ട്രെയിനിന് പോയിട്ട് വേണം പോവാൻ. സേലം പോയിട്ട് സേലത്ത് നിന്ന് ബസ്സിന് പോവാം. ഒരു ദിവസത്തെ യാത്രയാണ് അല്ലേ? അല്ലെങ്കിൽ മദ്രാസിന് പോയിട്ട് മദ്രാസിന് ഇങ്ങോട്ട് വരണം. എല്ലാ വഴിയും ഞാൻ പോണ്ടിച്ചേരി പോയിട്ടുണ്ട്. ബാംഗ്ലൂർ പോയിട്ട് അവിടുന്ന് ബസ്സിന് പോയിട്ടുണ്ട്, കോയമ്പത്തൂർ പോയിട്ടുണ്ട്. അന്നത്തെ യാത്രയായിരുന്നു ഏറ്റവും മണിക്കൂറുകൾ നീണ്ടുനിൽക്കുന്ന യാത്ര. കാരണം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നില്ല നാട്ടിലേക്ക് വരണമെന്നുള്ളത്. അങ്ങോട്ട് പോകുന്ന നമുക്ക് പ്ലാൻ ചെയ്യാം, കാരണം നാട്ടിൽ പെട്ടെന്നാണ് തീരുമാനിക്കാം നാട്ടിൽ പോകണം. അങ്ങനെ അന്ന് രാവിലെ തീരുമാനിച്ചാൽ സേലത്ത് നിന്നൊരു ട്രെയിൻ ഉണ്ട്, ഒരു 6 മണിക്ക് അങ്ങനെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സേലം വരെ വരിക. ആ ട്രെയിൻ മിസ്സായിട്ടുണ്ടാവും. പിന്നെ അടുത്ത ട്രെയിൻ വരെ റിസർവേഷൻ ഇല്ല, കാരണം നമ്മൾ പ്ലാനിങ് ഇല്ലല്ലോ. അധികം ഞാനും വൈഫും മക്കളെയും കൂട്ടിയിട്ട് ട്രെയിനിൽ നിലത്തിരുന്നിട്ട് വന്നിട്ടുണ്ട്.
ഇന്നത്തെ തലമുറക്ക് ആലോചിച്ച ഡോക്ടർ ഇത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇന്നത്തെ ഒരു ഡോക്ടർ ഞങ്ങൾക്ക് മാറ്റമില്ല ട്രെയിനിൽ നിലത്തിരുന്ന് വരുന്നതിനെ കുറിച്ച് ചിന്തിച്ച് നോക്കിയാട്ടെ. സാധാരണ ഒരു യാത്രക്കാർക്ക് പോലും ഞങ്ങൾ സഞ്ചരിക്കൂല. ഇപ്പൊ യാത്ര ഈ പോണ്ടിച്ചേരി 16 തിരിച്ചു വന്നല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും എപ്പോഴാ പോകുന്നത്? 17 അവിടെ പോയി. അപ്പൊ 16 രാത്രി വീണ്ടും പോയി. ഈ പോണ്ടിച്ചേരി സർവീസ് കാലഘട്ടത്തിലെ രസകരമായ അനുഭവങ്ങൾ വേറെ വല്ല ഓർമ്മയുണ്ടോ? യാത്രക്കിടയിൽ ട്രെയിനിന്റെ ഉള്ളില് ട്രെയിനിന്റെ അടിയിൽ നിലത്തിരുന്ന് പോയി എന്ന് പറഞ്ഞു കുടുംബവുമായിട്ട്. ഒരു MBBS കാരനാണ് നിലത്തിരുന്ന് പോകുന്നത്. അത്തരത്തിലുള്ള വേറെ രസകരമായ അതങ്ങനെ ഒരു പറയാൻ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ട്. അത് ഞാനും വൈഫിനെയും കൂട്ടിട്ട് ഫാമിലി ആയിട്ട് ആദ്യം പോകും. രണ്ട് കുട്ടികൾ ചെറിയ മകൻ അന്ന് 1.5 വയസ്സായിരുന്നു. പിന്നെ മകളും. അങ്ങനെ പോണ്ടിച്ചേരി നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ഡ്രസ്സ് ഇത് സാമഗ്രികൾ എടുക്കുക. അത് വലിയ ഇതുണ്ട് ബാഗ്. അങ്ങനെ നമ്മൾ ട്രെയിനിന് പോയി അവിടുന്ന് വില്ലുപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, വേറെ ബസ് കയറിയിട്ട് പോകും. അല്ല, വില്ലുപുരത്ത് വരെ നമ്മൾ ഇവിടുന്ന് പോയി. സേലത്തിനല്ല പോയതല്ല. എന്നിട്ട് അവിടെ വില്ലുപുരത്തുനിന്നാണ് ഞാൻ മറ്റേ വണ്ടിയിലേക്ക് അകത്ത് ബോക്സ് ഇത് പെട്ടിയായിട്ട് അകത്ത് കയറി. ഇപ്പോൾ കണ്ടക്ടറിന് ഇത് കയറാൻ പറ്റില്ല, മേലെ കയറ്റണമെന്ന്. ഇതാരോ ഒരിക്കൽ ഇവിടെ മാതിരി ക്ലീനറോ അങ്ങനത്തെ ആയിരുന്നു. അങ്ങനെ ഞാൻ തന്നെ എടുത്തിട്ട് ബസ്സിന്റെ മേലെ കയറ്റി. വലിയ വിറ്റ് അതല്ല, ഞാൻ മേലേക്കും ഡ്രൈവർ ബസ് എടുത്തിട്ട് ബസ് നീങ്ങി, ഞാനിതിന്റെ മേലെ. പക്ഷെ ബസ് ഷെഡ് എന്താ പറയുക, സ്റ്റാൻഡിന്റെ പുറത്തിറങ്ങുമ്പോഴത്തേക്കിന് ഡ്രൈവർ നിർത്തി ഞാൻ ഇറക്കി വന്നു. പക്ഷെ ഇങ്ങനെ വൈഫെല്ലാം ഇങ്ങനെ ടെൻഷൻ അടിച്ചു. എന്നെ കാണുന്നില്ല, അവര് റോഡിലും കാണുന്നില്ല, ബസ്സിലും കാണുന്നില്ല, ഞാൻ ഇതിന്റെ മേലെയല്ലേ. എന്തായാലും രസമുണ്ട് പോണ്ടിച്ചേരി അനുഭവം. ഒന്ന് ആലോചിച്ച് നോക്കണേ. ചോട്ട് ഡോക്ടറാണ്, തലയിൽ വലിയ ഭാണ്ഡവും ചുമന്ന് സ്റ്റെപ്പ് കയറി ബസ്സിന്റെ മുകളിൽ നിൽക്കുക. ആ സമയത്ത് ബസ് പോവുക. നമുക്ക് സ്വന്തം ഈഗോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊന്നും എന്തും ചെയ്യാം. അതൊരു അനുഭവമാണ് അല്ലേ? ഞാനൊരു ഡോക്ടർ ആവുകൊണ്ട് ചെയ്യില്ലെന്ന് വിചാരിച്ച ജീവിതത്തിൽ ഞാനിപ്പോ മായിൽ ഇത് തന്നെ. ഞാൻ എന്താ പറയുക, ഒരു ഡോക്ടർ ഡെപ്യൂട്ടി ഡയറക്ടറിലല്ല, എല്ലാ സ്ഥലത്തും ഞാൻ ഉണ്ടാവും. എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും. ഇപ്പോൾ അവിടെ തന്നെ നമ്മളിപ്പോൾ ഉള്ള സമയത്ത് തന്നെ 10 ബെഡ് ICU തുടങ്ങി. അത് നമ്മൾ അതിനുള്ള ICU കണ്ടാലറിയാം അതിൻ്റെ തുടങ്ങിയിട്ടുണ്ട്. കാഷ്വാലിറ്റി ഞാൻ വന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ നമുക്ക് ഒബ്സർവേഷൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, പരിമിതമായ സൗകര്യമാണ്. ഇപ്പോൾ ഞാൻ അവിടെ ഫാർമസി നിലവിലുള്ള സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി. ആ ഫാർമസിയുടെ ഏരിയ നമ്മൾ കാഷ്വാലിറ്റി ഒബ്സർവേഷൻ ആക്കിയിട്ട് അതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ട് എല്ലാ ഭാഗത്തും നല്ല പിന്തുണയാണ്. രാഷ്ട്രീയ രംഗത്തും ഉദ്യോഗസ്ഥ രംഗത്തും ഹെഡ്ക്വാർട്ടറിൽ നിന്നൊക്കെ നല്ല പിന്തുണ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ നിൽക്കാതെ പോകാൻ കാരണം എന്താ? നാടിനോടുള്ള വെച്ചാൽ ഒന്ന് നാട്ടിൽ എത്താം, മാഹിയിൽ കിട്ടിയാൽ നമുക്ക് സൗകര്യമാണ്. പിന്നെ ഈ പോണ്ടിച്ചേരിയിൽ 14 പോയിട്ട് 15, 16 ഉണ്ടല്ലോ. ഒരു ദിവസം കൂടി നിൽക്കാതെ അന്നേരം തന്നെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ അവിടെ, അങ്ങനെ ഒരു പ്രശ്നമാണ്. പിന്നെ ഞാൻ അവിടെ രണ്ടാമത് പോയി. നമുക്ക് അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നില്ല. അവിടെ എവിടെയാ പോസ്റ്റിംഗ് കിട്ടിയത്? പോസ്റ്റിംഗ് തിരുഭുവനെ. പോണ്ടിച്ചേരി അരിയൂര് വില്യനൂരിന്റെ ഇടയിലായിട്ട് വരും. ഇപ്പൊ അവിടെയെല്ലാം മെഡിക്കൽ കോളേജെല്ലാം വന്നു. അല്ല, തിരുഭുവനില്ല, അതിനടുത്തെല്ലാം വന്നു. അങ്ങനെ അന്നത്തെ ഡെപ്യൂട്ടി DDPH എന്ന് പറയും, പബ്ലിക് ഹെൽത്തിൽ തമ്മറാവ് എന്ന് പറയുന്നവരായിരുന്നു. അവർ എന്നോട് പറഞ്ഞു, എനിക്ക് ഞാൻ ക്വാർട്ടേഴ്സ് അരിയൂര് ഹെൽത്ത് സെൻ്റർ ഉണ്ട്, ആ ക്വാർട്ടേഴ്സ് എനിക്ക് തരാമെന്ന്. ഞാൻ ഹാപ്പി, കാരണം എനിക്ക് അല്ലെങ്കിൽ ദിവസം റെൻ്റ് കൊടുത്തിട്ട് ലോഡ്ജിൽ താമസിക്കണം. അങ്ങനെ ക്വാർട്ടേഴ്സ് കിട്ടി. അതൊരു ചെറിയ ക്വാർട്ടേഴ്സാണ്, ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് എല്ലാം ഇപ്പോൾ ചെറുതായിരിക്കുമല്ലോ. അങ്ങനെ അരിയൂർ ഹെൽത്ത് സെൻ്ററിലുള്ള ക്വാർട്ടേഴ്സിൽ ഞാൻ താമസിച്ചു. എന്നിട്ട് തിരിച്ചു വന്ന് ഫാമിലിനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് താമസിച്ചു. ഈ അന്നത്തെ ഈ രോഗികൾ, നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമാണല്ലോ. നിങ്ങളൊരു മലയാളിയാണ്, അവിടെ തമിഴ് ഹെൽത്ത് സെൻ്ററിലൊക്കെ അവരെ തമിഴ് രോഗികളാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ? എങ്ങനെ ആശയവിനിമയം? തമിഴ് പിന്നെ അങ്ങ് പഠിച്ചു, അവിടുന്ന് പഠിച്ചു. മലയാളം തമിഴ് തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഈ എങ്ങനെയായിരുന്നു രോഗികളോടുള്ള അപ്രോച്ച് എല്ലാം? അവിടെ പേഷ്യൻസ് എല്ലാം എല്ലപ്പം നല്ല ഇതാണ്. നമ്മൾ അവരെ ഒന്ന് മര്യാദക്ക് കൺസൾട്ട് ചെയ്താൽ മതി, അവർ ഹാപ്പി ആയിരിക്കും. അവരെ കേട്ടാൽ തന്നെ അവർ ഹാപ്പി ആവും. അതുകൊണ്ട് രോഗികൾക്കെല്ലാം. എത്ര കാലം അവിടെ പോണ്ടിച്ചേരിയിൽ? 8 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. 8 മാസം 9 മാസത്തോ. പിന്നെ നമ്മൾ ദിവസവും ട്രൈ ചെയ്യും നാട്ടിലേക്ക് ട്രാൻസ്ഫർ. ഏതൊക്കെ രീതിയിൽ? അന്ന് ആരാ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു? വത്സരാജ സാർ. ആ കാലഘട്ടത്തിൽ അന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പാണ് അദ്ദേഹം. അല്ല, MLA ആയിരുന്നു അല്ലേ? ഏതാണ്ട് നൂറ്റാണ്ട് കാലം തിളങ്ങിയുന്ന ഒരാളാണല്ലോ. പിന്നെ അവിടെ ഒരു ഗവർണർ ADC ഉണ്ടായിരുന്നു, നിസാർ സാർ, SP ആയിരുന്നു. അവരെ ബ്രദർ നമ്മുടെ SK യുടെ അസീമിന്റെ ഫാദർ. അന്നേരം
അന്ന് ഈ അവരെ ബ്രദർ എൻ്റെ ബ്രദർ ബാംഗ്ലൂർ ഒന്ന് ഫ്രണ്ട്സാണ്. ആ കെയർ ഓഫിൽ ഞാൻ നിസാർ സാറെ പോയി കാണുക. പിന്നെ അവർ നമ്മളൊരു ഫാമിലി ഫ്രണ്ടാവുകയും ചെയ്തു. അങ്ങനെ വൈകുന്നേരമുള്ള സമയത്തിൽ സാറെ ഞങ്ങൾ ബീച്ചിലാണ് അവരെ ക്വാർട്ടേഴ്സ്. അത് ഞാനും വൈഫും കൂടി അങ്ങോട്ടേക്ക് പോകും. പിന്നെ അവിടേക്ക് അവർ നമ്മളെ ക്വാർട്ടേഴ്സിലും വരും. നല്ല രസമുള്ള സ്ഥലം. ഞങ്ങളൊരു ഫാമിലിയിലെ ആളെ പോലെയായി ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ അസീമല്ലായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെയും പോയി പോണ്ടിച്ചേരി. ഈ 8 മാസം അവിടെ ജോലി ചെയ്തതിനു ശേഷമാണ് പിന്നെ ട്രാൻസ്ഫർ കിട്ടി ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഫസ്റ്റ് എവിടെയാണ് പോസ്റ്റിംഗ്? ഇവിടെ ഫസ്റ്റ് ഇവിടെ പന്തക്കൽ ഹെൽത്ത് സെൻ്ററിൽ PSC അവിടെ മെഡിക്കൽ ഓഫീസറായിട്ട് ഒരു 5 വർഷത്തോളം അവിടെ. പന്തക്കൽ ഒരു സ്ഥലത്ത് തന്നെ 5 വർഷം. എന്താണ് പന്തക്കൽ ആ കാലഘട്ടത്തിൽ താങ്കൾ ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട്? ഹെൽത്ത് സെൻ്ററിൽ നമുക്ക് അത്രേ റോളുള്ളൂ. എന്തൊക്കെ സൗകര്യങ്ങളാണെന്ന് എപ്പോഴും ആളുകൾ പറയും മാഹി എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗജന്യങ്ങളുള്ള നാടാണ്. ഇപ്പോഴും സൗജന്യങ്ങൾ തന്നെയാണ്. അന്ന് എന്തൊക്കെയായിരുന്നു പ്രൈം പ്രയോറിറ്റി ആരോഗ്യ രംഗത്ത്? അന്ന് അത് ഒരു ഹെൽത്ത് സെൻ്റർ മാത്രമാണല്ലോ. അവിടെ നമ്മൾ ഫ്രീ മെഡിസിൻസ്, ഫ്രീ കൺസൾട്ടേഷൻ, ലാബ് ഞാനുള്ളപ്പോൾ തുടങ്ങിയതിന് ലാബിൽ എല്ലാം ഫ്രീ ആയിരുന്നു. പിന്നെ ഏരിയയിൽ പോയിട്ട് നമ്മൾ എത്ര OP വരെ ആ സമയത്ത് ഉണ്ടായിരുന്നു? 100-150 OP കേരളത്തിൽ നിന്നാണോ കൂടുതൽ ആളുകൾ? മായി പാണ്ടിച്ചേരി പള്ളു പന്തക്കുള്ളവരും ഉണ്ടാവും. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെ എവിടെ നിന്ന് വന്നാലും ചികിത്സ കൊടുക്കും. മായിക്കാരാണെന്നൊന്നുമില്ല, പൊട്ടിച്ചേരിക്കാരാണെന്നൊന്നുമില്ല. 5 വർഷക്കാലത്തെ അനുഭവം നല്ല സ്മൂത്ത് ആയി. പ്രത്യേകിച്ച് ഓർമ്മിക്കത്തക്ക അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ? ഇഷ്യൂസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ? ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല, സ്മൂത്ത് ആയിട്ട്. എൻ്റെ വേറൊരു അനുഭവം വെച്ചാൽ അവിടെ ഒരു നമ്മളന്ന് ഐ സർജറി ഞാൻ ഉള്ള സമയത്താണ്. അവിടെ ഐ സർജറി ആഴ്ചയിൽ മാസത്തിലൊരു ദിവസം സർജറി അതിന് അവിടെ സെറ്റപ്പ് ഉണ്ടാക്കി. എൻ്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ മാഹിന്ന ഡോക്ടേഴ്സ് ടീം ഫുൾ സിസ്റ്റർമാരെല്ലാം വന്ന് അവിടെ അഡ്മിറ്റ് ചെയ്ത് അവിടെ രോഗികളെ അഡ്മിറ്റ് ചെയ്ത്. അവിടെ IP ഇല്ല, ഈ സർജറി ഐ ഓപ്പറേഷന് വേണ്ടി മാത്രം. അവിടെ ഒരു മൈനർ കുട്ടികളെ ഞാൻ തന്നെ എൻ്റെ പീരീഡിലാണ് സെറ്റ് ചെയ്തത്. അവിടെ അവർ ഹെൽത്ത് സെന്റർ കേന്ദ്രീകരിച്ച് സർജറിക്കുള്ള സൗകര്യം ഒരുക്കി. എന്നിട്ട് അവിടുന്ന് ഐ സർജറി കഴിഞ്ഞ് അവിടുന്ന് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തു. അവർക്ക് ഭക്ഷണം എല്ലാം മാഹിന്ന് കൊണ്ടുവരുന്നത്. പിന്നെ ഇപ്പം അതില്ല, ഇപ്പം മാഹിന്ന് തന്നെ സൗകര്യമുണ്ട്. എന്നിട്ട് ഡയറക്ടർ അങ്ങനെ അവിടെ തുടങ്ങണമെന്ന് പറഞ്ഞു. ഞാനും ഡയറക്ടറും തമ്മിൽ ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു, ഞാൻ ജോയ് സാറ്. പിന്നെ ഡയറക്ടർ ആയിരുന്നപ്പോഴും പിന്നെ അവിടെ വന്ന് ഇനോഗ്രേഷൻ എല്ലാം കഴിഞ്ഞ്. ഈ കണ്ണ് ഓപ്പറേഷൻ കേരളത്തിൽ നിന്നുള്ള ആളുകൾ വരും, അവർക്കും ചെയ്തു കൊടുക്കും. അതിന് വേറെ തടസ്സമൊന്നുമില്ല. എല്ലാ ട്രീറ്റ്മെന്റും സൗജന്യമായിരുന്നു. 5 വർഷത്തെ പന്തക്കൽ ജീവിതത്തിന് ശേഷം പിന്നെ അങ്ങോട്ടാണ്? പിന്നെ അടുത്ത പള്ളൂരേക്ക് ട്രാൻസ്ഫർ. പന്തക്കൽ അടുത്തത് പള്ളൂർ, എല്ലാം അടുത്തടുത്ത പ്രദേശമാണ്. മാഹി അത്രയല്ലേ 1 കിലോമീറ്റർ ഉണ്ടാവില്ലല്ലോ ഈ പന്തക്കലും പള്ളൂരും തമ്മിൽ? 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. പിന്നെ പള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അത് കുറച്ചും കൂടെ IP സെറ്റപ്പിലുള്ള 30 ബെഡ് ഹോസ്പിറ്റലാണ്. അവിടെ ഫിസിഷ്യൻ ഉണ്ട്, ബാക്കി ഇതെല്ലാം. അവിടെ ഒരു 20 വർഷത്തോളം. 20 വർഷം ഒരു ഹെൽത്ത് സെന്ററിൽ. എങ്ങനെയാണ് അവിടുത്തെ അനുഭവങ്ങളൊക്കെ? അവിടെയുള്ള കാലഘട്ടത്തിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്തു? അവിടെ അന്ന് ഡ്യൂട്ടി ആണെന്ന് അന്ന് അത്ര ഡോക്ടേഴ്സേ ഉള്ളൂ. പിന്നെ ഡ്യൂട്ടി ഉച്ചയ്ക്ക് 2 മണി മുതൽ പിറ്റേന്ന് 8 മണി വരെയാണ് സ്റ്റേ ഡ്യൂട്ടി. 2 മുതൽ 8 വരെ. പിറ്റേന്ന് രാവിലെ 8 മണി. 18 hours, 18 മണിക്കൂർ ഡ്യൂട്ടി. ഒരു കടുപ്പം പിടിച്ച പണിയല്ലേ? കടുപ്പം പിടിച്ച പണി തന്നെയായിരുന്നു അന്ന്. എന്താ അങ്ങനെ അത്രയും ഡോക്ടേഴ്സ് ഉള്ളൂ. ഇത് ഷിഫ്റ്റിൽ റെഡിയായി വരണ്ടേ. ഇപ്പോഴങ്ങനെ ഇപ്പം നമ്മൾ 3 ഷിഫ്റ്റാക്കി. അതും ഞാൻ അവിടെ ഉള്ളപ്പോൾ ഞാൻ ആണ് കുറച്ചും കൂടെ അതിന് താല്പര്യം എടുത്തിട്ട് അന്നത്തെ ഡയറക്ടർ ഞാൻ പറഞ്ഞു. അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ 3 ഷിഫ്റ്റ് ആക്കണം. ഞാൻ പറഞ്ഞില്ല, OPയിൽ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഒരു കാര്യം, ഞങ്ങൾ നൈറ്റ് എടുക്കുന്നവർ രാവിലെ OP ഫിനിഷ് ചെയ്തിട്ട് പോവാം വീട്ടിൽ, എന്നാൽ അത്രയും കൂടി നമുക്ക് ബേർഡൻ ആയി. 18 മണിക്കൂർ ജോലി ചെയ്യാന്നെല്ലാം പറഞ്ഞത് ഒരു കടുപ്പം പിടിച്ച പണിയായിരുന്നല്ലോ. പിടിച്ച പണിയാ. ഒരു ഡോക്ടർ അത് കാഷ്വാലിറ്റിയിൽ വരുന്ന കേസുകൾ രാത്രി നിറയെ കേസ് ഉണ്ടാവും. അത് നല്ല ഇതിൽ മെയിൻ റോഡിലാണ് രാത്രി നമുക്ക് വർക്കേ ഉണ്ടാവില്ല. താങ്കൾ 18 വർഷം മുമ്പ് ഈ ഹെൽത്ത് സെന്ററിൽ വരുമ്പോൾ ഉള്ള സൗകര്യങ്ങൾ, അന്നത്തെ സൗകര്യങ്ങൾ എന്താണ്? അതിനുശേഷം താങ്കൾ പിരിയുമ്പോഴേക്കും അവിടുന്ന് ട്രാൻസ്ഫർ ആകുമ്പോഴത്തേക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ പോകും? ഞാൻ അവിടെ 20 വർഷം വർക്ക് ചെയ്യൽ അവസാനത്തെ 1 വർഷം ഞാൻ അവിടുത്തെ MO ഇൻചാർജ് ആയിരുന്നു. അതിന് മുമ്പ് തന്നെ നമ്മൾ അവിടുത്തെ പേഷ്യൻസിന് അവിടെ ഒരു കൺജസ്റ്റഡ് ആയിരുന്നു, നടുക്കൊരു സ്ഥലമായിരുന്നു. ആ സ്ഥലം നമ്മൾ പേഷ്യൻറ്റിന് വെയിറ്റിംഗ് ഏരിയയിലാക്കിയിട്ട് കൺവേർട്ട് ചെയ്താൽ ഞാൻ ചാർജ് എടുക്കുന്നതിന് മുമ്പാണ്. നമ്മളെ ദീർഘകാലത്തെ ഒരാവശ്യമായിരുന്നു പന്തക്കൽ ഹെൽത്ത് സെൻ്റർ പിന്നിൽ തന്നെ വെറ്റിനറിക്ക് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പന്തക്കൽ ഹോസ്പിറ്റൽ
ഡെവലപ്പ് ചെയ്യുക, പുതിയ കൺസ്ട്രക്ഷൻ എല്ലാം തുടങ്ങി. പള്ളൂർ CSCന് വേണ്ടിയിട്ട് പുതിയൊരു സ്ഥലം എടുത്തിരുന്നു അവിടെ നമ്മൾ കരിയിക്കുന്നെന്ന് പറയുന്നത്. പക്ഷെ അതൊരു ഉയർന്ന സ്ഥലമാണ്, വെള്ളത്തിന് ലഭ്യത ചാൻസ് കുറവാണ്. അന്നേരം നമ്മളെല്ലാ ആഗ്രഹമായിരുന്നു ഈ വെറ്റിനറി നമുക്ക് ഏറ്റെടുക്കണം, എന്നിട്ട് നമുക്ക് ഈ CSC അവിടെ തന്നെ കൺസ്ട്രക്ട് ചെയ്യണമെന്നുള്ളത്. അതിന് കുറേ മുമ്പേ ഫയലെല്ലാം ഇങ്ങനെ പോയി ഓരോ പ്രപ്പോസലും കുറേ മെനക്കെട്ടു, പക്ഷെ നടന്നില്ല. കാരണം കരിക്കുന്നിലേക്ക് വെറ്റിനറിക്കാർ മാറാൻ റെഡിയല്ല. അങ്ങനെ അവർക്ക് അവിടെ പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. അങ്ങനെ ഞാൻ ചാർജ് എടുത്ത സമയത്ത് അവിടെ ഒരു വെറ്റിനറി മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ അങ്ങോട്ട്, കാരണം എല്ലാം നമ്മളെ മീറ്റിങ്ങിലും അഡ്മിനിസ്ട്രേറ്റർ മീറ്റിങ്ങിലും നമ്മളിത് പള്ളൂർ വെറ്റിനറി ഏറ്റെടുക്കണമെന്ന് പറയും, പക്ഷേ സംഭവം നടക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഡോക്ടറോട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മളെ മെഡിക്കൽ ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സും സ്റ്റാഫ് ക്വാർട്ടേഴ്സും, ആ സ്ഥലത്ത് ഈ ക്വാർട്ടേഴ്സും അതിന് കുറച്ച് സ്ഥലവും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് മാറുമെന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ മാറാം. അങ്ങനെ ഒരു ദിവസം ഞാനന്ന് ലീവായിരുന്നു. അന്നേരം പെട്ടെന്ന് ഫോൺ വന്ന് ഹെൽത്ത് സെക്രട്ടറി വന്നിട്ടുണ്ട്, CSCയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പൊട്ടനണ്ടിയില്ല, അന്ന് ഷെരീഫിൻ്റെ മകളെ എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ ഉടനെ പോയി ഹെൽത്ത് സെക്രട്ടറിനെ കണ്ട് സാറോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എന്നാൽ നമുക്ക് മറ്റേ സ്ഥലം കാണാമെന്ന്. അങ്ങനെ ക്വാർട്ടേഴ്സ് പോയി കണ്ടു. അങ്ങനെ കൂടുതൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് പഴയ കഴിക്കുന്നു പോയ ആ സ്ഥലം വിസിറ്റ് ചെയ്തു. അന്നേരം ഹെൽത്ത് സെക്രട്ടറിയും പറഞ്ഞു ഇത് തന്നെയാണ് നല്ല സ്ഥലം, നമുക്ക് ഇത് അവർക്ക് കൊടുത്ത് ഷിഫ്റ്റ് ചെയ്യാം. ഇല്ല അങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെ പിന്നെ പ്രപ്പോസൽ അങ്ങനെ അയച്ചു. പുതിയ പണ്ടെല്ലാം അയച്ച കരിക്കുന്നില്ല, നമുക്ക് ഇത് അക്വയർ ചെയ്യണം. അവർ നടപടിക്രമം കുറേ പോകണം. ഇതൊന്നും വേണ്ടി ഇതല്ല, ഇത് നടപടിക്രമമുണ്ട്. പക്ഷെ പ്രപ്പോസൽ ആദ്യം പോയത് കരിക്കുന്നിലേക്ക് വെറ്റിനറിനെ ഷിഫ്റ്റ് ചെയ്യാനാണ്. ഇത് പുതിയൊരു പ്രപ്പോസൽ വെറ്റിനറിക്ക് വെച്ചു. അങ്ങനെ ആ പ്രപ്പോസൽ പോയി LG അപ്രൂവൽ ആയിരുന്നല്ലോ. ഇതെല്ലാം പോയി ഹെൽത്ത് മിനിസ്റ്റർ തന്നെയാണ് നമ്മൾ CM. അങ്ങനെ എന്തായി, ഈ പ്രപ്പോസലിന് അംഗീകാരം കിട്ടി. ഇതിങ്ങനെ അതൊരു 8 മാസം കൊണ്ട് അതിൻ്റെ ഫോർമാലിറ്റീസ് മുഴുവൻ ഞാൻ സ്ഥലം ഏറ്റെടുത്തു വിത്തിൻ 8 months. എൻ്റെ കാലഘട്ടത്തിൽ അതിന് തന്നെ മെനക്കെട്ടു. നമ്മൾ പോണ്ടിച്ചേരി പോകും. അങ്ങനെ ഇത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ ഒന്നും ഇതിനെപ്പറ്റി ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനെ ഞാൻ അന്നേരം ഉണ്ടായ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പവിത്രൻ്റെ കൂടെ ഞാനും കൂടെ പോയി പോണ്ടിച്ചേരി പോയിട്ട് അന്വേഷിച്ചു ഇതിങ്ങനെ സ്ഥലം എന്താ നമുക്ക് കിട്ടിയോ. അന്നേരം അവിടുന്ന് ഓഫീസിൽ നിന്ന് ആരോ പറഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കിട്ടിയല്ലോ. അന്നേരം എനിക്ക് തോന്നി അത് പോരാലോ, നമ്മൾ ഹെൽത്തിൽ നിന്നേ നമുക്ക് കിട്ടിയിട്ടില്ല, വെറ്റിനറിൻ്റെ ആൾക്കാർ ഒരു പെർമിഷനും കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ പോയിട്ട് ഹെൽത്ത് സെക്രട്ടറിനെ പോയി കണ്ടു. സെക്രട്ടറി പറഞ്ഞു അത് ഹെൽത്ത് കിട്ടിയിട്ടില്ല, വെറ്റിനറിൻ്റെ വേണം. അങ്ങനെ MLA ആണ് ഇതിൻ്റെ പിന്നിൽ, രമേശ് പറമ്പത്താണ് നമ്മൾ MLA. അങ്ങനെ നമ്മൾ പ്രപ്പോസലിലെല്ലാം രമേശ് പറമ്പത്ത്, പിന്നെ ബാക്കിയുള്ള ഗവൺമെൻറ് ലെവലിലെല്ലാം രമേശ് ചെയ്തു. പിന്നെ ബാക്കി നമ്മളിതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളിലും ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നു. അങ്ങനെ തിരിച്ച് വെറ്റിനറിയിലേക്ക് ആ ഫയൽ അയപ്പിക്കുകയും വെറ്റിനറി സാങ്ഷനായി LGൻ്റെ അപ്രൂവൽ വന്ന് ആ സ്ഥലം നമ്മൾ ഏറ്റെടുത്തു. ഈ സ്ഥലം അവർ കൊടുത്ത് അവരങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവരവിടെ ഇനോഗ്രേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ നമ്മളെ പ്ലാൻ ഇപ്പോൾ റെഡിയാക്കി, സോയിൽ ടെസ്റ്റ് കഴിഞ്ഞ് ഇനി അടുത്ത് തന്നെ ഡിമോളിഷ് ചെയ്തിട്ട് അതിൻ്റെ കെട്ടിടം വരാൻ വേണ്ടിയിട്ടുള്ള തറക്കല്ലിടൽ കർമ്മം നടത്തണം. ഡോക്ടർ ഇസാഖ്, ഈ പോണ്ടിച്ചേരി വരെ ഇടക്കിടക്ക് പോയി വരണ്ടേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ? അതിൻ്റെ ഒരു മാനസികാവസ്ഥ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. പോണ്ടിച്ചേരി പോകാമെന്നത് ഒരു മെനക്കെട്ട പരിപാടിയാണ്. നമുക്ക് ട്രെയിനിന് പോകണമെങ്കിൽ അതിന് ടിക്കറ്റ് കിട്ടില്ല, ടിക്കറ്റ് കിട്ടണ്ടേ, റിസർവേഷൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. അതുകൊണ്ടാണ് മായിക്കുള്ള ഒരു പ്രശ്നം അത് തന്നെയായിരുന്നു. നമ്മൾ തരണം ചെയ്തു. ഈ വത്സരാജക്കുള്ള കാലഘട്ടത്തിൽ ആരോഗ്യരംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ? മാഹിയുടെ ഡെവലപ്പ് തന്നെ വത്സരാജിന്റെ പീരീഡിൽ മാത്രമേ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഡെവലപ്പ്. വത്സരാജ് എന്ന് പറയുന്ന ഒരു വിഷൻ, ഇത്ര വിഷനുള്ള ഒരു ലീഡർ നമുക്ക് മാഹിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അത്ര ദീർഘവർഷത്തോടുകൂടിയാണ് മാഹിയെ അദ്ദേഹം നയിച്ചത്. ഈ പോണ്ടിച്ചേരിയിലെ ഉദ്യോഗസ്ഥരൊക്കെ, ഇതൊരു മലയാളികൾ ഉള്ള ഒരു പ്രദേശമാണല്ലോ, അപ്പോൾ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ പൊതുവെയുള്ള അപ്രോച്ച് എങ്ങനെയാണ് നമ്മളോട് ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളിലൊക്കെ? അപ്പോൾ അങ്ങനെ അത് നമ്മളെ അപ്രോച്ച് പോലെ ഇരിക്കും. നല്ല അപ്രോച്ചാണ്, അങ്ങോട്ട് ഡീൽ ചെയ്യുന്ന മാതിരിയായിരിക്കും അവരത്. ഇപ്പൊ ഈ പള്ളൂര് താങ്കൾ എന്തൊക്കെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്? പുതിയ പ്രൊജക്റ്റിൽ എന്തൊക്കെയാണ്? പുതിയ പ്രൊജക്റ്റിൽ ഇപ്പൊ പള്ളൂര് വേറെ മെഡിക്കൽ ഓഫീസറോട് ഇൻചാർജ്, എന്നാലും ഡയറക്ടർ എന്നുള്ള പള്ളൂര് നിങ്ങൾ അണ്ടറിൽ തന്നെ വരിക. അന്നേരം അതിലൊരു 50 ബെഡ് ഹോസ്പിറ്റലാണ് നമ്മളിനി
പ്ലാൻ ചെയ്യുന്നത്. അതിന് പ്ലാൻ ഈ പള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിലവിൽ എത്ര ബെഡ് ഉള്ളത്? നിലവിൽ 30 ബെഡ്, 30 ബെഡ് ആണ് ഉള്ളത്. അത് എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഇപ്പോൾ അവിടെ ഇപ്പോൾ ഉള്ളത് മെഡിക്കൽ സ്പെഷ്യാലിറ്റി, പിന്നെ ബാക്കിയുള്ള വിസിറ്റിംഗേ ഉള്ളൂ അവിടെ. എല്ലാം വിസിറ്റിംഗ് ഉണ്ട്. ഇനി പുതിയ താങ്കൾ ഈ പറഞ്ഞ വെറ്റിനറിന്ന് ഏറ്റെടുത്ത സ്ഥലത്ത് വിഭാവനം ചെയ്യുന്ന എന്തൊക്കെയാണ്? അവിടെ നമ്മളിപ്പോൾ IP ബ്ലോക്ക് എടുത്തിട്ട് OP ബ്ലോക്ക് നിലവിലുള്ള ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സ്ഥലത്താണ് OP ബ്ലോക്ക് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ് പ്ലാൻ തയ്യാറാക്കിയത്. അതായത് ഒരു 50 ബെഡ് ഹോസ്പിറ്റലിലാണ് നമ്മൾ പ്ലാൻ തയ്യാറാക്കിയത്. പക്ഷേ അലോട്ട്മെന്റ് എല്ലാം ഗവൺമെന്റ് തലത്തിൽ വരേണ്ടതാണ്. നമുക്ക് 30 അലോട്ടഡ് ഉള്ളൂ. അന്നേരം ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ്. അതിന് നടപടിക്രമം പൂർത്തിയായി വരികയാണ്. ഇപ്പം താങ്കൾ ഈ ഡെപ്യൂട്ടി ഡയറക്ടർ പോസ്റ്റിലേക്ക് എപ്പോഴാണ് ശരിക്കും എത്തുന്നത്? ഡെപ്യൂട്ടി ഡയറക്ടർ പോസ്റ്റിൽ ഞാൻ ഇപ്പോൾ അവിടുന്ന് ഒരു 1 ഇയർ, ഒരു വർഷം 3 മാസം ഞാൻ പള്ളൂരുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം 2020 ഡെപ്യൂട്ടി ഡയറക്ടർ പോസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഇല്ല, MO ഇൻചാർജ് പള്ളൂര്. അതിനുശേഷം ഡെപ്യൂട്ടി ഡയറക്ടർ 2023 ഇപ്പൊ മാഹി ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള ഡെപ്യൂട്ടി ഡയറക്ടറാണ് താങ്കൾ. നിങ്ങളുടെ സർവീസ് കാലാവധി 65 വർഷമാണ്. റിട്ടയർമെന്റ് 65 വയസ്സിലാണ് അല്ലേ? 65 വയസ്സ്. അത് സെൻട്രൽ ഗവൺമെന്റ് ആരോഗ്യവകുപ്പിലല്ല. കേരളത്തിൽ 54 ഞങ്ങളെ 56 9 വർഷം കൂടുതലാണ്. ഇപ്പൊ 60 ഡോക്ടേഴ്സിന്. സർക്കാർ ജീവനക്കാർ ഇപ്പോഴും 56 നിൽക്കുകയാണ്. പോണ്ടിച്ചേരി സർവീസിൽ തന്നെ സർക്കാർ ജീവനക്കാരിൽ 60 വയസ്സാണ്. 60. നിങ്ങൾക്ക് 65 വയസ്സുണ്ട്. 65 വയസ്സുണ്ട്. മാഹി ജനറൽ ആശുപത്രിയിൽ നിലവിൽ ഉള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം മാഹിയിൽ ഹോസ്പിറ്റലിൽ നിലവിൽ എല്ലാ സ്പെഷ്യാലിറ്റീസും ഉണ്ട്. നമുക്ക് ഇപ്പോൾ സ്പെഷ്യാലിറ്റിയിൽ ഇതില്ല, ഡോക്ടേഴ്സിന്റെ കുറച്ച് ക്ഷാമമുണ്ട്. ബാക്കി വാർഡ് അറ്റൻഡൻസ് കുറവുണ്ട്, സ്റ്റാഫ് നഴ്സ് കുറവുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റും. എത്ര OP വരെ ദിവസം അവിടെ ഉണ്ട് ശരിക്കും? OP ഒരു 700-1000 തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ അതേ OP തന്നെ അവിടെ ഉണ്ട്. 1500 OP ആണ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ. 700 വരെ വരുന്നുണ്ട്. ഇവിടെ താങ്കൾ ഡെപ്യൂട്ടി ഡയറക്ടർ ആയതിനു ശേഷം മാഹി ഗവൺമെന്റ് ആശുപത്രിയിൽ, മാഹി ഗവൺമെന്റ് അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിൽ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? താങ്കളിപ്പം പോയിടത്തെല്ലാം ഇപ്പോൾ പന്തക്കലാണെങ്കിൽ അവിടെ സർജറിക്കുള്ള സൗകര്യം ഒരുക്കി. പള്ളൂരിൽ വന്നപ്പോൾ വെറ്റിനറി വകുപ്പിൻ്റെ കയ്യിൽ നിന്ന് സ്ഥലം ഏറ്റെടുത്ത് ഇപ്പോൾ അവിടെ പുതിയൊരു പ്രൊജക്റ്റ് വരുന്നു. ഇപ്പോൾ മാഹി ജനറൽ ആശുപത്രിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരിക്കുമ്പോൾ താങ്കൾ വിഭാവനം ചെയ്യുന്നത് അവിടെ കുറേ മുടങ്ങിക്കിടുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? അവിടെ ട്രോമാ കെയർ ഒരു ബിൽഡിംഗ് കഴിഞ്ഞ 10 വർഷമായിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ഫിനിഷ് ചെയ്യാതെ നിലവിലുണ്ടായിരുന്നു. അത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് എല്ലാവരും, നമ്മളെ അഡ്മിനിസ്ട്രേഷനും പിന്നെ MLA എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ അവരെ കൂടെ ഞാൻ നിന്ന് കൊടുത്തു. അതിപ്പോൾ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ടെൻഡർ ഇട്ടു. അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ വേറെന്തെല്ലാണ്? പിന്നെ അവിടെ കിച്ചൺ വർക്ക് അതിലാദ്യം നടന്നുകൊണ്ടിരുന്നത്, ഞാനായിട്ട് പുതുതായിട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല. കിച്ചൺ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. പിന്നെയുള്ള ജനറേറ്റർ അടിക്കടി കേടാമായിരുന്നു. അത് നമ്മൾ പുതിയ ജനറേറ്റർ അത് ഞാനുള്ള പീരീഡിൽ തന്നെ ജനറേറ്റർ അത് 200 kV CPCB4 എന്നാൽ പൊല്യൂഷൻ കൺട്രോൾ ഇതിൻ്റെ ഉള്ള ജനറേറ്റർ സ്ഥാപിച്ചു. പിന്നെ ലിഫ്റ്റ് അത് കുറേ കാലമായിട്ട് കേടായിട്ട് കിടക്കുമായിരുന്നു. അതെല്ലാം പബ്ലിക്കിന് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പം എന്തോ പരിഹരിക്കാൻ സാധിച്ചു. എത്ര ബെഡ് അവിടെ ഉള്ളത്? ഇപ്പോൾ എത്ര ബെഡ് ആണ്? 171 ബെഡാണ്. 171 ബെഡാണ് അലോട്ടഡ് സ്ട്രെങ്ത് അത്രയാണ്. നമുക്ക് എത്ര? പക്ഷേ ഈ ട്രോമാ കെയറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വാർഡ്, അത് പീഡിയാട്രിക് വാർഡ് ഇതെല്ലാം ഡിമോളിഷ് ചെയ്തുകൊണ്ട് അത്ര അധികം ബെഡ് അറ്റ് പ്രസന്റ് ഇല്ല. ഇപ്പോൾ 140 അങ്ങനെയുള്ള, ഇപ്പം IP ഒരു 70 അങ്ങനെയെല്ലാം ഉണ്ടാവും. ഈ പാമ്പ് കടിച്ചാലൊക്കെ ചികിത്സയ്ക്ക് ആളുകൾ മാഹിന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പം ബാക്കിയുള്ള തലശ്ശേരിയെല്ലാം പാമ്പ് വന്നതുകൊണ്ട് അത്ര വരുന്നില്ല. ഈ മലയാളികൾ എന്തൊക്കെ സൗകര്യങ്ങളായി പാണ്ടിച്ചേരിയുടെ ഉപയോഗിക്കുന്ന മാഹി? മലയാളി നമ്മളൊന്നാമത് ഫുൾ ഫ്രീ ആണല്ലോ. OP ടിക്കറ്റിന് പൈസ ഇല്ല, മരുന്നിന് പൈസ ഇല്ല, ഇൻവെസ്റ്റിഗേഷന് പൈസ ഇല്ല, എല്ലാം ഫ്രീയാണ്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഈ രണ്ട് കൂട്ടരും രണ്ട് തരത്തിൽ കാണുമോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ? അത് നമ്മളെ സെൻസസിന് വേണ്ടിയിട്ടുള്ള വകതിരിവല്ലാതെ ചികിത്സ രംഗത്ത് ഒരു വകതിരിവില്ല. നമുക്ക് സെൻസസ് ഇപ്പോൾ കേരള പേഷ്യൻസ് എത്ര വന്നു, മായി പേഷ്യൻസ് എത്ര, അതിനു വേണ്ടി മാത്രം നമ്മൾ രേഖപ്പെടുത്തും. അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും നല്ല ചികിത്സ കൊടുക്കും. നമ്മൾ എങ്ങനെയാണ് താങ്കളുടെ ഈ പോണ്ടിച്ചേരി സർവീസ് കേരളത്തിലുള്ള ഈ സർവീസും പോണ്ടിച്ചേരി സർവീസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു? സർവീസിനെ പറ്റി എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മള് വർക്കിംഗ് അവേഴ്സ് നമുക്ക് 8 to 2, അത് ടൈമിങ് വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മൾ OP എല്ലാം കറക്റ്റ് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 8 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. 2 മണി വരെ എല്ലാവരും ഉണ്ടാവും.
പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാം, നമുക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പ്രൈവറ്റ് പ്രാക്ടീസ് അലൗഡാണ്. പ്രൈവറ്റ് പ്രാക്ടീസ് അലൗഡാണ്. അത് നമ്മൾ കേരളത്തിലുള്ള പോലെ ക്ലിനിക്കിൽ പോയി കൂടാ, അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് ക്ലിനിക്കിൽ കണ്ടക്ട് ചെയ്യാം, നമുക്ക് പ്രൈവറ്റിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ വരെ ചെയ്യാം. പക്ഷേ നമ്മൾ വർക്കിംഗ് സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഇവിടെ നിന്നുള്ള പേഷ്യൻസിനെ നമ്മൾ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ നിബന്ധനകളേ ഉള്ളൂ, അല്ലാതെ കടുപ്പപ്പെട്ട നിബന്ധനകളൊന്നുമില്ല. വർക്കിംഗ് പൊതുവെ സ്മൂത്താണ്. പോണ്ടിച്ചേരി സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് സർവീസ് കുറച്ചുകൂടി സ്മൂത്താണ്. ഇഷ്യൂസ് വല്ലതും വരാറുണ്ടോ? ഈ കേരളത്തിലൊക്കെ എല്ലാ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് എപ്പോഴും പ്രശ്നങ്ങൾ വരാറുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ വന്നതിന് ശേഷം അങ്ങനെ കാര്യമായിട്ടൊരു ഇഷ്യൂസ് 28 വർഷത്തെ സർവീസിനിടയിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. അതൊരു ഭാഗ്യമാണല്ലോ. സാധാരണ നമ്മൾ അപ്രോച്ച് പോലെ ഇരിക്കും, നമ്മൾ അവരോട് ടഫായിട്ട് വരുമ്പോൾ അവർ തിരിച്ചു തന്നു. രോഗികളെ എങ്ങനെ വിലയിരുത്തുന്നു വരുന്ന ജനങ്ങളെയൊക്കെ? അവിടേക്കുള്ള പൊളിറ്റീഷ്യൻസ് ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? എനിക്ക് ഇതുവരെ ഒരു വലിയ പ്രശ്നം പൊളിറ്റീഷ്യൻസ് ആയിട്ട് ഉണ്ടായിട്ടില്ല. എല്ലാവരായിട്ട് ഞാൻ നല്ല സ്മൂത്തായിട്ട് പോകുന്നു. താങ്കളുടെ ഈ ജീവിതത്തിൽ ഈ ഒഫീഷ്യൽ രംഗം ഇതാണല്ലോ, അപ്പോൾ മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെ ജീവിത പങ്കാളി എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ജീവിത പങ്കാളി എൻ്റെ കുടുംബത്തിൽ തന്നെയാണ്. ഫാദർ തീരുമാനിച്ച് അങ്ങനെ കുടുംബത്തിൽ ആരായിട്ട് വരും? എൻ്റെ ഫാദർ ഒരു അങ്കിളിൻ്റെ മകളുടെ മകള്. എന്താണ് അവരുടെ പേര്? സാജിദ. അവരെന്ത് ചെയ്യുന്നു? അവർ ഹൗസ് വൈഫാണ്, ഡിഗ്രി കഴിഞ്ഞു. ഇപ്പം അവർ പൊളിറ്റിക്സിലുണ്ട്. തൃപ്പാങ്ങോട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഏത് ഇയറിലായിരുന്നത്? ഏത് ഇയറിലാന്ന് എനിക്ക് തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടം ഒരാൾ ഡോക്ടർ, ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റ്. വീട് എങ്ങനെ നടന്നു പോയി അന്നേരം? സ്മൂത്താണ്, പ്രശ്നമൊന്നുമില്ല. സാധാരണ ഈ യാഥാസ്ഥിക മുസ്ലിം കുടുംബങ്ങളിലൊക്കെ അതൊരു പ്രശ്നമാണ്, ഈ വീട് കൊണ്ടുപോകാൻ. സ്ത്രീകൾ വീട്ടിനുള്ളിൽ അടങ്ങി കഴിഞ്ഞുകൂടണം എന്നുള്ളൊരു ഇല്ല. കാരണം മക്കളെല്ലാം പഠിക്കുന്നതായിരിക്കും, അതുകൊണ്ട് പിന്നെ അവരങ്ങ്. എത്ര മക്കളാണ്? എനിക്ക് 3 മക്കള്. മൂത്ത മകള് എന്ത് ചെയ്യുന്നു? അവള് MBBS കഴിഞ്ഞു. ഇപ്പൊ എന്താണ് മോളുടെ പേരെന്താ? നുസ്ഹത്ത് ജബീൻ. എവിടെയാ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത്? ഇപ്പം പോണ്ടിച്ചേരി സർവീസ് തന്നെ, അവിടെ NHM ചാലക്കര സെന്ററിൽ. അപ്പൊ ഉപ്പാന്റെ പാത പിന്തുടർന്ന് മകളവിടെ എത്തി. അത് ഈ 65 വയസ്സുവരെ സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ പോണ്ടിച്ചേരി പോയതാണോ? അതല്ല, അത് പോണ്ടിച്ചേരി ഇന്റർവ്യൂ വിളിച്ചപ്പോ പോണ്ടിച്ചേരി പോയി അറ്റൻഡ് ചെയ്തു. അങ്ങനെ മകളുടെ ഭർത്താവ് ഡോക്ടറാണ്. എന്താ പേര്? മുനീബ്. ഡോക്ടർ മുനീബ്. എവിടെ ചെയ്യുന്നു? ഹോസ്പിറ്റലിലെ ENT തന്നെ. രണ്ടാമത്തെ ENT സർജനാണ്. അത് ENT പോസ്റ്റ് വേക്കന്റ് ഉണ്ടായിരുന്നു. മുനീബ് എവിടുത്തെ? മുനീന്റെ ഫാദർ അല്ല മദർ എൻ്റെ ക്ലാസ്മേറ്റ്, റിലേറ്റീവ് തന്നെ, വൈഫിന്റെ ബന്ധത്തിൽ തന്നെ കല്യാണം. ഈ കടവത്തൂരുകാർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടോ? എല്ലാം ബന്ധത്തിൽ തന്നെ കല്യാണം കഴിക്കുന്നത്. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട പാക്കഞ്ചി ഫാമിലി ആണെങ്കിലും പൊട്ടങ്കണ്ടി ഫാമിലി ആണെങ്കിലും എല്ലാം പൊയിൽ ഫാമിലി ആണെങ്കിലും എല്ലാം ബന്ധങ്ങളിൽ കൂടുതൽ കല്യാണം കഴിച്ചു വരുന്നതാണ് കാണുന്നത്. അതായത് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അങ്ങനെ എൻ്റെ വീട്ടില് ബന്ധത്തിൽ നിന്ന് കല്യാണം കഴിച്ചത് അടുത്ത ബന്ധത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും. മൂത്ത മകൾ അങ്ങനെ. രണ്ടാമത്തെ ആള്? എത്ര മക്കളുള്ളതെന്ന് പറഞ്ഞത്? 3 മകളും 2 മകൾ. രണ്ടാമത്തെ ആള് മകൻ നഷാത്ത് ജിനാൻ. അവൻ ജോർജിയയിൽ നിന്ന് ഇപ്പം മെഡിസിൻ കഴിഞ്ഞു. ജോർജിയയിലേക്ക് പോകാൻ കാരണം? ജോർജിയയിലേക്ക് പോകാൻ അവനിവിടെ കേരളത്തിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ അവിടെ കരുണയിലും പരിയാരത്തിലും കിട്ടുമായിരുന്നു. പക്ഷെ ഇവൻ പരിയാരത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇവൻ ഡേ സ്കോളറാകും, ബൈക്ക് എടുത്തിട്ട് പോകും. അതായത് തിരിച്ചു വരുന്നവരെ അവർക്ക് ടെൻഷനായി. അതുകൊണ്ട് പിന്നെ അവനും ഓടിക്കൂലെന്ന് വിചാരിച്ചു. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഇവന് അവനും താല്പര്യം അങ്ങനെ പുറത്തു വന്നത്. അങ്ങനെ ജോർജിയ ചേർത്ത്. അങ്ങനെ നമ്മൾ സമാധാനമായി, പ്രശ്നമൊന്നുമില്ല. അവസാനം അവൻ അവിടെ നിന്ന് അവനൊരു ബൈക്ക് എടുത്തു. ആ ബൈക്കിൽ ആക്സിഡൻ്റ് ആയി. ആദ്യം ഞാനിത് ജോർജിയ ബൈക്ക് ആക്സിഡൻ്റ് എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ജോർജിയയിലായി. അവിടുന്ന് അവൻ ബൈക്ക് പോകുമ്പോൾ ഒരു കാർ വന്ന് കാലിനിടിച്ചു. അങ്ങനെ കാല് ക്രഷിങ് ദൈവം കണക്കാക്കി നമുക്ക് തടയാൻ പറ്റും. അങ്ങനെ ചികിത്സ എവിടെയാണ് ചെയ്തത്? ഞാൻ കാരണം ജോർജിയ നമുക്ക് എത്ര മണിക്കൂർ റണ്ണിങ്? ദുബായിൽ 3 മണിക്കൂർ. ദുബായിലേക്ക് ഒരു 4 മണിക്കൂർ, 4-3-7 മണിക്കൂർ റണ്ണിങ്. 3 മണിക്കൂറേ ഉള്ളൂ ദുബായിലേക്കുള്ളത്. അങ്ങനെ ഞാൻ പോയി അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ കാല് കണ്ടപ്പം തന്നെ ഒരു കോലായിരുന്നു. അങ്ങനെ തിരിച്ച് ദുബായിൽ ഫ്രാക്ചർ ക്രഷിങ് ആയിരുന്നു ഫുള്ള് കാല്. എന്നിട്ട് അത് സർജറി ദുബായ് കൊണ്ടുവന്നു. 1 മാസത്തോളം ദുബായിൽ നിന്ന് ഇതെല്ലാം ഡ്രസ്സ് അവിടുന്ന് പുറത്ത് ഇതെല്ലാം എക്സ്റ്റേണൽ ഫിക്സേറ്റെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പൊടിച്ച് ജോർജിയയിൽ തന്നെ. അങ്ങനെ
അത് ദുബായിലൊന്നും ഡ്രസ്സിങ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ കാലിക്കറ്റ് ബേബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടുന്ന് വീണ്ടും സർജറി കഴിഞ്ഞു. അപ്പോൾ എത്ര സർജറി വേണ്ടി വന്നു? സർജറി കുറേ വേണം. ജോർജിയന്ന് ചെയ്തില്ലേ? ജോർജിയൻ ചെയ്തു. എത്ര എണ്ണം ചെയ്തു അവിടുന്ന്? അത് അവിടുന്ന് എക്സ്റ്റേണൽ ഫിക്സേഷൻ ചെയ്തു. രണ്ടാമത് ബേബിയിൽ വന്നു. ദുബായിൽ ചെയ്തിരുന്നു? അല്ല, ദുബായിൽ ചെയ്തിട്ടില്ല. ബേബിയിൽ വന്നിട്ട് മൊത്തം എത്ര സർജറി വേണ്ടി വന്നു? ദുബായ് ബേബിന്ന് ചെയ്തു. അന്ന് അതും 2-3 സർജറി ബേബിയിൽ തന്നെ ചെയ്തു. ആദ്യം പ്ലേറ്റ് ഇട്ട് പിന്നെ ഇത് റെഡി ആകുമ്പോൾ അവസാനം ഇലിസറോ എന്ന് പറഞ്ഞ റിങ് ഫിക്സ് ചെയ്തു. അത് പാലക്കാട് തങ്കം ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ. എത്ര നാളെടുത്തു മൊത്തം ചികിത്സ? 1 വർഷം എടുത്തിട്ടുണ്ട്. 1 വർഷം. ഇപ്പം കോഴ്സ് പൂർത്തിയാക്കിയോ? ഇപ്പം അൽഹംദുലില്ലാ ഇപ്പം കോഴ്സ് പൂർത്തിയാക്കി. കാലിനൊന്നും കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ തിരിച്ചെത്തിയോ? സർവീസിൽ കയറിയോ? ഇല്ല, ഇപ്പൊ FMG എക്സാം എഴുതാൻ വേണ്ടി. ഫോറിൻ സർവീസിൽ കിട്ടണമെങ്കിൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ പറഞ്ഞിട്ട് അന്നേരത്ത് ഇവിടെ 1 വർഷം അസുറൻസ് ചെയ്യും. അത് ചെയ്യണം. അതിൽ പാസ്സായാൽ അത് വേണ്ട, ഡയറക്റ്റ് അല്ല അസുറൻസ് ഇനിയും ചെയ്യണം അല്ലേ? ചെയ്യണമെങ്കിൽ ഇത് വേണം. മൂന്നാമത്തെ ആള് അപ്പോൾ 10th എക്സാം എഴുതി CBSE എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്ത്. എവിടെയാ പഠിച്ചത്? MES ഇവിടെയില്ല, കോഴിക്കോട്. പേരെന്തായിരുന്നു മൂന്നാമത്തെ ആള്? നശ്വാൻ ജയ്ഷ്. 28 വർഷത്തെ ജീവിതം. കല്യാണം ഏത് ഇയറിലാണ് കഴിച്ചത്? 92. അത് ഓഫ് ചെയ്യട്ടെ, കാരണം പ്രേക്ഷകരുടെ മുന്നിൽ സക്സസ് സ്റ്റോറിക്ക് ഒന്നും മറച്ചു വെക്കാനല്ലോ. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് പരിയാരം മെഡിക്കൽ കോളേജിലോ പാലക്കാട് കരുണ ഹോം മെഡിക്കൽ കോളേജിലോ പഠിച്ചിരുന്നെങ്കിൽ മകൻ ബൈക്ക് ഓടിക്കും, ബൈക്ക് ആക്സിഡന്റ് ആകും എന്ന ആശങ്കയിൽ നിന്ന് ഈ പിതാവ് മകനെ അങ്ങ് ജോർജിയയിൽ അല്ലേ ജോർജിയയിൽ എത്തിച്ചു. ജോർജിയയിൽ പോയി അവൻ കൃത്യമായിട്ട് ആ പണിയെടുത്തു. വാഹനം അപകടത്തിൽപ്പെടുന്നു, ചികിത്സ തേടേണ്ടി വരുന്നു. അതൊരു ട്വിസ്റ്റ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകും എന്ന് കരുതിയില്ല. എങ്ങനെ തോന്നുന്നു ഇത്രയും കാലത്തെ ഔദ്യോഗിക ജീവിതം, കുടുംബ ജീവിതം, സമൂഹം? ഇപ്പം വീട്ടിലും നാട്ടിലും ഒക്കെ ഒത്തിരി 100 കണക്കിന് പേഷ്യൻസ് ഉള്ള എന്ന് പറഞ്ഞാൽ 1000 പേഷ്യൻസ് ഉള്ള ഒരാളാണ് താങ്കൾ. അത്രയധികം മനുഷ്യരിലൂടെ കടന്നുപോയി. ജീവിതം എന്ത് പാഠമാണ് താങ്കൾക്ക് നൽകുന്നത്? പാഠം എന്ന് പറയാൻ നമ്മൾ രോഗികളാണ് നമ്മൾ എല്ലായ്പ്പോഴും. കാരണം നമുക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയാൻ നമുക്ക് സമയം കിട്ടില്ല. കാരണം എല്ലാം ഇപ്പം നമുക്ക് നമ്മളെ മനസ്സിൽ ആ രോഗികളെ കുറിച്ചുള്ള ചിന്തകളും അവരെ റിലീഫാണ് താങ്കളുടെ മനസ്സിൽ വേണ്ടതെല്ലാം നമ്മളാൽ കഴിയുന്നത്. വീടുകളൊക്കെ പോയി ചികിത്സിച്ച ഒരു കാലം ഉണ്ട് പണ്ട്. ആ കാലഘട്ടത്തിൽ വീടുകൾ ഇപ്പോഴും ചിലപ്പോൾ വീടുകളിൽ പോയിട്ട് ചികിത്സിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ അപ്പം ഞാനിപ്പോൾ ക്ലിനിക്ക് പോയപ്പോൾ അടുത്ത് തന്നെ ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ക്ലിനിക്ക് തുടങ്ങുന്നതിന് തടസ്സമൊന്നുമില്ല. സർക്കാർ തലത്തിൽ ഒരു തടസ്സമില്ല. തുറന്നു പറയാം. കേരളത്തിലെ ഡോക്ടർമാരാണ് ഇത് പറയാനും കഴിയൂല, പറഞ്ഞാൽ മൊത്തം പ്രശ്നമായി പോയെങ്കിൽ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? ഏത് യൂണിറ്റിലാണ്? പാനൂർ IML ഉണ്ട്. സംഘടനാ പ്രവർത്തനം എല്ലാം ഉണ്ട്. വേറൊക്കെ സോഷ്യൽ വർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? സാമൂഹ്യ പ്രവർത്തനം, സോഷ്യൽ വർക്ക് നമ്മൾ സ്റ്റിംസുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും. പിന്നെ സ്റ്റിംസ് എന്ന് പറഞ്ഞാൽ പാനൂരിൽ എന്താണ് ഈ സ്റ്റിംസ്? ശിഹാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലിയേറ്റീവ് കെയർ പാനൂരിലാണ്. എന്താ അവിടുത്തെ ലക്ഷ്യം? അത് പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും. അവർ രോഗികൾ, കടുപ്പിലായ രോഗികളെ പോയിട്ട് വീടുകളിൽ പോയിട്ട് അവർ പരിചരണം കൊടുക്കുകയും അങ്ങനെ. ആരാണ് അത് തുടങ്ങിയത്? പൊട്ടങ്കണ്ടി PK പൊട്ടങ്കണ്ടി അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു കമ്മിറ്റിയാണ് അത് തുടങ്ങിയിട്ടുള്ളത്. എവിടം വരെ എത്തിയിരിക്കുന്നു സ്റ്റിംസ്? ഇപ്പോൾ അവർ പുതിയൊരു പ്രൊജക്റ്റ് എല്ലാം വരുന്നുണ്ട്. വലിയ രീതിയിൽ. എത്ര ഏക്കർ സ്ഥലത്താണ് അതിന്റെ അറിയില്ല. എന്തായാലും പൊട്ടങ്കണ്ടിയുടെ നേതൃത്വത്തിലാണ്. പൊട്ടങ്കണ്ടി ബന്ധുവാണോ? എൻ്റെ വൈഫിന്റെ അങ്കിളാണ്. പൊട്ടങ്കണ്ടി എന്ന് പറഞ്ഞാൽ അൽമദീന ഗ്രൂപ്പിന്റെ ചെയർമാനും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമാണ്. പക്ഷേ ഞാൻ രാഷ്ട്രീയമില്ല. ഭാര്യയുടെ രാഷ്ട്രീയ തലവേദനയായിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തലവേദനയായിട്ടുണ്ട്? ഇല്ല. തലവേദനയില്ല. ഭാര്യ തലവേദന സൃഷ്ടിക്കുന്നില്ല. നല്ല സന്തോഷത്തിൽ ജീവിതം നടന്നു പോകുന്നു. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത്രയും കാലത്തെ അനുഭവം വെച്ചിട്ട്? ഇത്രയും കാലത്തെ അനുഭവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ്. ഇതുവരെയുള്ള ജീവിതം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ബാക്കി സന്തോഷമായിട്ട് ഫാമിലിയുടെ സപ്പോർട്ടോടു കൂടി നല്ലതായി പോകും. പ്രേക്ഷകരെ, നമ്മുടെ സമയം തീർന്നു. ഈ പോണ്ടിച്ചേരിയിലെ ഒരു ഡോക്ടറെ തേടി വന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, 65 വയസ്സ് വരെ സർവീസ്. 2, ഇപ്പോൾ കിട്ടിയ വിവരം കേട്ടില്ലേ, ഇവിടെ സർവീസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിനിക്ക് നടത്താം. ഏത് രോഗികളെയും സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഒരു തടസ്സമില്ല. പക്ഷേ നിങ്ങളുടെ സർവീസ് ടൈമിൽ, ഡ്യൂട്ടി ടൈമിൽ നിങ്ങൾ കൃത്യമായിട്ട് ആശുപത്രിയിൽ ഉണ്ടാകണം. അതൊക്കെ ഒരു മലയാളികൾക്ക് പുതിയ അറിവാണ്. പിന്നെ രസകരമായ അനുഭവങ്ങളിലൂടെ പലതും കടന്നുപോയി. ഒരു ജീവിതം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കടന്ന് ഡെപ്യൂട്ടി ഡയറക്ടറുടെ പോസ്റ്റിലെത്തി നിൽക്കുന്ന ഡോക്ടർ ഇസ്ഹാക്കിൻ്റെ ജീവിതം തന്നെ പ്രേക്ഷകർക്ക് ഒരു പാഠ്യമാണ്. ശരിക്കും പഠിക്കാവുന്ന ഒരു പുസ്തകമാണ്. ആ കാലഘട്ടം സ്വന്തമായി പഠിച്ച് സ്വയപ്രയത്നത്തിലൂടെ, ആരും ഇരുന്ന് ഉറക്കമൊഴിച്ച് മാതാപിതാക്കളെ, ഇന്നത്തെ കാലത്ത് കുട്ടി ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുമ്പോഴേ കുട്ടി ഏത്
പ്രൈമറി ഏത് പ്രീ സ്കൂളിൽ പഠിക്കണമെന്ന് തീരുമാനിക്കുന്ന രക്ഷിതാക്കൾ, LKGയിലെ അഡ്മിഷന് വേണ്ടി ഇപ്പോഴേ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ആദ്യം തീരുമാനിക്കുന്നത് കുട്ടികളുണ്ടായിരുന്ന സ്കൂളിൽ പഠിപ്പിക്കണം. അങ്ങനെ തീരുമാനിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു പിന്തുണയുമില്ലാതെ സ്വയം പ്രയത്നിച്ച് MBBS മൂന്നാമത്തെ എൻട്രൻസിൽ പ്രവേശനം ലഭിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പുത്രനായി വന്ന് പോണ്ടിച്ചേരി ഹെൽത്ത് സർവീസിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ഹാക്കിൻ്റെ ജീവിതമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ വെച്ചിട്ടുള്ളത്. പഠിക്കാം, അറിയാം ഇസ്ഹാക്ക് എന്ന വ്യക്തിയെ, ബിഷഗറിനെ നമുക്ക് പഠിക്കാം. അദ്ദേഹത്തിൻ്റെ സേവന കാലഘട്ടം അറിയാം. അത് വളരെ ലളിതമായി അദ്ദേഹം പറഞ്ഞു തന്നു. ഇസ്ഹാക്കിനും പ്രേക്ഷകർക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.